സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യയെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം ഭക്തലക്ഷങ്ങളുടെ വിശ്വാസത്തോടും പ്രത്യാശയോടുമായിരിക്കുന്ന ഈ നല്ല പകലിൽ തന്നെ സർവശക്തനൊപ്പമായിരിക്കുവാൻ നമുക്കും ലഭിച്ച ശ്രേഷ്ഠകരമായ നല്ല അവസരത്തിനായി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയില്ല എന്നുറപ്പുള്ളവർ, എനിക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർക്കുമ്പോൾ, അവൻ എന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, അവൻ എന്നെ കരം പിടിച്ച് മാറോട് ചേർത്ത് നിർത്തിയത് ഓർക്കുമ്പോൾ, നശിച്ചു പോകാതെ തകർന്നു പോകാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്നും നിർത്തിയിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിവുള്ളവർ അധരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അന്യഭാഷകളെ ദൂതന്മാർ നാണിക്കും വിധത്തിൽ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരിക്കൽ കൂടെ ദൂതന്മാർ നാണിക്കും വിധത്തിൽ ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ, ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ആരാധന കൊടുക്കുന്ന ദൂതന്മാർ നാണിക്കപ്പെടും വിധത്തിൽ, അവർ നാണിച്ച് മുഖം കുനിക്കും വിധത്തിൽ സർവശക്തനായ ദൈവത്തെ ഈ പകലിലും ആരാധിക്കുവാൻ അവസരം ലഭിച്ച ജനം ആരാധിച്ചാട്ടെ. ഹോളിനകത്തായിരിക്കുന്നവർ ആരാധിച്ചാട്ടെ. ലൈവിൽ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, യാത്രകളിലായിരിക്കുന്നവർ, പോക്ക് വരവുകൾ, തൊഴിലിടങ്ങളിൽ ആയിരിക്കുന്നവർ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സാഹചര്യം അനുകൂലമായിരിക്കുന്നവർ പാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. കാരണം മരിച്ചുപോയവർ, മൺമറഞ്ഞു പോയവർ, പാതാളത്തിലേക്ക് എറിയപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കുന്നില്ലല്ലോ. നിനക്ക് സ്തുതിക്കുവാൻ തക്കവണ്ണം നീ ഈ ഭൂമിക്ക് മുകളിലായിരിക്കുന്നു. അതേ കേൾക്ക്, നമുക്ക് സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ഭൂമിക്ക് മുകളിലായിരിക്കുന്നു. അതേ, ഒരവസരം കൂടെ തന്ന കർത്താവിന്, ഒരവസരം കൂടെ തന്ന നല്ല കർത്താവിന് ഈ നല്ല പകലും ഒരുമിച്ച് സ്തുതിച്ചു. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ, കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ, കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ അവന്റെ സ്നേഹം അനുഭവിച്ചവർ, അവന്റെ കരുതൽ അനുഭവിച്ചവർ, അവന്റെ പരിപാലനം അനുഭവിച്ചവർ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, അപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ നമ്മെ കരുതിയ വിധങ്ങളെ അനുഭവിച്ചവർ ഈ നല്ല പകലിലും താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദി ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാമീപ്യത്തിനാ, അങ്ങയുടെ പകർച്ചയ്ക്കാ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പുതിയൊരു മാസത്തിലേക്ക് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നു. കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ നമ്മെ പരിപാലിച്ച ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എത്ര പേർക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞൊരു മാസം എൻ്റെ ദൈവം എന്നെ നടത്തി, കഴിഞ്ഞൊരു മാസം എൻ്റെ ദൈവം എന്നോട് കൂടിരുന്നു. ശത്രുവായവൻ വിരൽ ചൂണ്ടി പറഞ്ഞു, നീ ഈ മാസം കഴിഞ്ഞു പോകത്തില്ല, നിന്റെ കുടുംബം ഈ മാസം കഴിഞ്ഞു പോകത്തില്ല, ഈ മാസത്തിൽ നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഞാൻ നിലവിളിയുടെ ശബ്ദം ഉയരുമാറാക്കും, മരണ വീടാക്കി നിന്റെ ഭവനത്തെ മാറ്റും, അതിനകത്ത് പാർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഭവനത്തെ കാരാഗ്രഹത്തിന്റെ അനുഭവമാക്കി മാറ്റും. വിരൽ ചൂണ്ടി ശത്രുവായവൻ വെല്ലുവിളിച്ച സ്ഥാനത്ത് അതേ ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ കഴിഞ്ഞൊരു മാസം മുഴുവൻ ദൈവം പരിപാലിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ ദൈവം ഈ പുതിയ മാസത്തെ ആമേൻ വിരൽ ചൂണ്ടിയ ശത്രുവിന്റെ കരങ്ങളെ തകർത്ത്, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഈ പുതിയ മാസം ആമേൻ വിരൽ ചൂണ്ടിയ, നിനക്ക് വിരോധമായി വിരൽ ചൂണ്ടിയ ശത്രുവിന്റെ കരങ്ങളെ തകർത്ത് അവൻ കവർന്നെടുക്കുവാൻ പദ്ധതിയിട്ട സന്തോഷങ്ങളെ, അനുഗ്രഹങ്ങളെ, അനുഭവങ്ങളെ നിന്റെ ജീവിതത്തിൽ നൽകി നിന്നെ മാനിക്കട്ടെ. അതെ, എൻ്റെ പ്രാർത്ഥനയും ആമേൻ പ്രതീക്ഷയും പ്രത്യാശയും അതുതന്നെയാണ്. നിങ്ങൾ ദൈവത്തിനൊപ്പമായിരിക്കുമ്പോൾ ഓരോ നൊടികളിലും
കഴിഞ്ഞ നാളുകളിൽ നമ്മെ കരയിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കിയ, നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയ, അതിനായി എഴുന്നേറ്റ ശത്രുവിൻ്റെ തല തകർക്കപ്പെടണം. നിങ്ങൾ ദൈവസന്നിധിയിലാണെങ്കിൽ നിശ്ചയമായും ഞാൻ വിളിച്ചു പറയട്ടെ, ആ ശത്രുവിൻ്റെ തല തകർക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് വാതിലടച്ചില്ല. ആ കർത്താവ് ഫോൺ എടുക്കാതിരിക്കത്തില്ല. ആ കർത്താവ് കുനിഞ്ഞ് നടക്കത്തില്ല. ആ കർത്താവ് മാറി നിൽക്കത്തില്ല. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുവാനായി പോകുന്നു. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾക്കൊപ്പം ചേർന്ന് ആമേൻ അനുഗ്രഹീതമായൊരു പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കും. ഒപ്പം ഇന്ന് വളരെ അനുഗ്രഹീതമായ കർത്തൃമേശയുടെ ശുശ്രൂഷ ഉണ്ടല്ലോ. ആമേൻ. അതുമായി ബന്ധപ്പെട്ട് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പഠിപ്പിക്കുന്നത് മാതിരി നമ്മൾ സ്തോത്രം അല്പമായി അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് ഇതേ മെസ്സേജിനിടയിലൂടെ ചിന്തിക്കും. ആമേൻ. രണ്ട് കാര്യങ്ങൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഒന്ന്, അനുഗ്രഹീതമായൊരു പ്രാർത്ഥന നമ്മൾ ധ്യാനിക്കും, പ്രാപിക്കും. രണ്ട്, അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് അല്പമായി നാം ധ്യാനിച്ച് കർത്തൃമേശയിലേക്ക് പ്രവേശിക്കും. ആമേൻ. കർത്താവിൻ്റെ ഭക്ഷിച്ച് പാനം ചെയ്ത് നിത്യത അവകാശമാക്കുന്ന യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറും. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഒരിക്കൽ കൂടി, ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ബൈബിൾ കൈകളിലുള്ളവർ കയ്യിൽ ബൈബിൾ എടുക്കുക. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നിവർത്തുക. ബൈബിൾ നിവർത്തി ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം എടുക്കുക. തുടർന്ന് നമ്മൾ ഒരുമിച്ച്, ആമേൻ, ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഇതിനകത്തായിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ ഒരുമിച്ച് തന്നെ പറയുക. ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-ാം അധ്യായം 10-ാമത്തെ 9-10 വാക്യം. 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആമേൻ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ്, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. നിങ്ങൾ എന്നെ പറ്റിച്ചു. ഇത്രയും വലിയ ബോക്സ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ശബ്ദം കേട്ടില്ല. നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി ആമേൻ സ്തോത്രം. 2 വാക്യങ്ങൾ അല്ല, പ്രാർത്ഥന നമ്മൾ ചൊല്ലും ഒരുമിച്ച് തന്നെ. ആമേൻ സ്തോത്രം. എല്ലാ വായ്കളും തുറക്കട്ടെ. ആമേൻ സ്തോത്രം. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആമേൻ സ്തോത്രം. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുമായി കൂടിയിരിക്കുന്ന ഒരു ആഘോഷവേള നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന ചൊല്ലിയാട്ടെ. യബേസ് തൻ്റെ സഹോദരന്മാരെ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവന് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ്, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല പകൽക്കാലം അപ്പ, ഭക്തന്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയിൽ അവൻ അപേക്ഷിച്ചത് നൽകി അവനെ സാക്ഷിയാക്കി ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയ നല്ല കർത്താവേ, ഇന്ന് അടിയനൊപ്പമായിരുന്ന് വായി തുറന്ന് പ്രാർത്ഥന ചൊല്ലിയ ഓരോ വ്യക്തികളെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് അങ്ങ് മറുപടി നൽകി ഒത്തിരി പേർ ഇവരെ സാക്ഷികളാക്കി അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ മൂടി മറച്ചാട്ടെ. അകത്തായിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, ഇതുവരെയില്ലാത്ത പുത്തൻ അനുഭവത്തോടെ പുത്തൻ സാക്ഷ്യത്തോടെ എഴുന്നേൽക്കുവാൻ സ്വർഗമങ്ങ് സഹായിക്കണമേ. താഴ്ത്തിയേൽപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. ആ വാക്യങ്ങൾക്ക് അല്ല പ്രാർത്ഥനയ്ക്ക് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശാലമാകും. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, വിശാലമാകും. ഇന്ന് ഈ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചന ദൂതായി നൽകുന്ന വാക്കും അത് തന്നെയാണ്. വിശാലമാകും അഥവാ ഞെരുക്കം മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥ മാറും. ഇന്നായിരിക്കുന്ന ഞരക്കത്തിൻ്റെ അവസ്ഥ മാറും. ഇന്നായിരിക്കുന്ന പുറത്തു വരുവാൻ, മുൻപോട്ട് വരുവാൻ കഴിയാത്ത വിധത്തിൽ സന്തോഷങ്ങളെ ഒളിപ്പിച്ചും അടക്കിയും വയ്ക്കും വിധത്തിൽ ശത്രുവായവൻ നിങ്ങളെ ഞെരുക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം പരിഹാരം വരുത്തും. അതെ, പുറത്തു വരുവാൻ, സന്തോഷമായിരിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ അവസ്ഥയെ എൻ്റെ ദൈവം വിശാലപ്പെടുത്തും. ഞെരുക്കത്തിൻ്റെ അവസ്ഥ മാറുക, ഇല്ലായ്മയെന്ന അവസ്ഥ മാറുക, ഒന്നും ഇല്ലാത്ത അനുഭവത്തിൽ, ആമേൻ, കരങ്ങളിലൊന്നും എടുക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ, ദാരിദ്ര്യവും കണ്ണുനീരും അനുഭവിച്ചായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, കേൾക്ക്, നിന്റെ ഞെരുക്കത്തെ എൻ്റെ ദൈവം മാറ്റുക. യേശുവിൻ നാമത്തിൽ ആ തൊഴിലിടത്തിൽ നീ വിശാലത അനുഭവിക്കുവാൻ പോകുക. ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ കേട്ട വാഗ്ദത്ത വചനം, അതെ, ഈ വർഷത്തിന്റെ അവസാനത്തെ 3 മാസങ്ങൾ നിന്നിലൂടെ നിവർത്തിക്കുവാൻ പോകുക. അതെ, നീ വിശാലത തന്നെ. ഓ നിന്റെ ഞെരുക്കം മാറുക. നീ ഇന്നായിരിക്കുന്ന ഞെരുങ്ങിയ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തിയ, നീ ഇന്നായിരിക്കുന്ന അടയ്ക്കപ്പെട്ട അവസ്ഥയ്ക്ക്, നീ ഇന്നായിരിക്കുന്ന ഒതുക്കപ്പെട്ട അവസ്ഥയ്ക്ക്, നീ ഇന്നായിരിക്കുന്ന മൂടി യേശുവിൻ നാമത്തിൽ ഒതുക്കപ്പെട്ട, അടയ്ക്കപ്പെട്ട, മൂടി വയ്ക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഈ 3 ആമേൻ ആലോചനകൾ ദൂതായി കൈമാറട്ടെ. നീ ആയിരിക്കുന്ന അടയ്ക്കപ്പെട്ട, നീ ആയിരിക്കുന്ന ഒതുക്കപ്പെട്ട, നീ ആയിരിക്കുന്ന മൂടി വയ്ക്കപ്പെട്ട അവസ്ഥയ്ക്ക് എൻ്റെ യേശു, ഓ സ്തോത്രം, ഇന്ന് പരിഹാരം വരുത്തുക, വിശാലത വരുത്തുക. അടയ്ക്കപ്പെട്ട സ്ഥാനത്തു നിന്ന് നീ പുറത്തു വരിക. ഓ റീദാരശകാരത്തിന് ഒതുക്കപ്പെട്ട സ്ഥാനത്തു നിന്ന്, മൂടി വയ്ക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ചിലതിനെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി, ആ ഞെരുക്കത്തിന്റെ അനുഭവങ്ങളെ മാറ്റി വിശാലത ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിങ്ങളുടെ ഞെരുക്കത്തെ മാറ്റുന്ന കർത്താവ്, ഞെരുക്കത്തെ മാറ്റുന്ന കർത്താവ്. നോക്കൂ, മനോഹരമായ, അതുലുപരിയായ, ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥന. വെറും 2 വാക്യങ്ങളിലൂടെ മനോഹരമായൊരു പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ മറുപടിയും പ്രാപിച്ചെടുത്ത ധന്യനായ, അനുഗ്രഹീതനായ ഭക്തൻ. ആമേൻ. പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. അല്ലെങ്കിൽ ആ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതാണ്: ഭക്തന്റെ ജീവിതത്തിലെ അനർത്ഥം. ആമേൻ. ഭക്തന്റെ ജീവിതത്തിലെ അനർത്ഥം. അനർത്ഥം എന്ന വാക്കിന് നിങ്ങൾ ഡിക്ഷണറി എടുത്ത് അർത്ഥം നോക്കിയാൽ ഒരുപാട് അർത്ഥങ്ങൾ കാണുവാൻ കഴിയും. അനിഷ്ട സംഭവം, ആപത്ത്, ദൗർഭാഗ്യം, അത്യാഹിതം, അകാരണമായത്. ആമേൻ. സ്തോത്രം. അനർത്ഥത്തിന് ഏറ്റവും ആപ്റ്റായ വാക്കായി, അർത്ഥമായി എനിക്ക് തോന്നിയത് അകാരണമായത്. ആമേൻ. കാരണമില്ലാതെ സംഭവിക്കുന്നത്, പലപ്പോഴും അതാണ് അനർത്ഥം. ആമേൻ. കാരണമില്ലാതെ സംഭവിക്കുന്നത്. കാരണം അന്വേഷിച്ചാൽ ഒന്നും കാണത്തില്ല, പക്ഷേ നമ്മൾ കഷ്ടതയിലായിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നമ്മൾ കരയുന്നുണ്ട്, നമ്മൾ നിരാശ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ വേദനപ്പെടുന്നുണ്ട്, ആരോ കേട്ട് വേദനിക്കുന്നുണ്ട്. ആമേൻ. ദൈവദാസനെ, ആമേൻ, എന്നോ അവസ്ഥ തന്നെ നിങ്ങളിലൂടെ ദൈവം പറയുന്നല്ലോ. ആമേൻ. സ്തോത്രം. കാരണമില്ല, ഞാൻ കരയുന്നതിന് കാരണമില്ല, ഞാൻ നിലവിളിക്കുന്നതിന് കാരണമില്ല, ഞാൻ വേദനിക്കുന്നതിന് കാരണമില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി തീർന്നതിന് കാരണമില്ല. കാരണമില്ലാതെ കഷ്ടത്തിലായിരിക്കുന്നു, അതെ, അനർത്ഥത്തിലായിരിക്കുന്നു. കേൾക്ക്, കാരണമില്ലാതെ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് കാരണം, ഓ സ്തോത്രം, നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത ആ കഷ്ടതയുടെ അനുഭവങ്ങൾക്ക് ഇന്ന് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുകയായി. ഇനി കാരണമില്ലാതെ നീ കരയുവാൻ, അകാരണമായി നീ കരയുവാൻ, അകാരണമായി നീ വേദനപ്പെടുവാൻ, അകാരണമായി നീ രോഗിയായി, ഓ അകാരണമായി നീ രോഗിയായി തീരുവാൻ, രോഗിയായി ഇരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണമേ,
അനർത്ഥം അഥവാ അകാരണമായത്, ആമേൻ സ്തോത്രം, അനർത്ഥമുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുവാൻ പ്രത്യേകിച്ച് കാരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്തായിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാരംഭമായി മനസ്സിലാക്കി വച്ചിരിക്കുക, ഒരു കണ്ണുനീരിൻ്റെ, ഒരു നിരാശയുടെ, ഒരു വേദനയുടെ, ഒരു നിന്ദയുടെ, ഒരു അപമാനത്തിൻ്റെ അനുഭവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ നമ്മൾ കരുതുന്നത് പോലെ വലിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോലുള്ള യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. കാർഗിലിൽ നടന്നതുപോലെ വലിയൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ഒരു കാരണവും ആവശ്യം ഇല്ലാതെ തന്നെ അനർത്ഥം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭക്തൻ മുൻപോട്ട് പോകുന്നത്. ആമേൻ സ്തോത്രം. മുൻപോട്ട് പോകുന്ന ഭക്തൻ ആമേൻ നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. ആമേൻ, അനർത്ഥം അഥവാ അകാരണമായ കഷ്ടം, പ്രതിസന്ധി, പ്രതികൂലം, ആമേൻ, ദൗർഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആമേൻ എന്നാണോ? ആമേൻ അല്ല. ആമേൻ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നല്ല, മറിച്ച് ആ അനർത്ഥം മുഖാന്തരം ഞാൻ വ്യസനിക്കുവാൻ ഇട വരരുതേ. ആമേൻ, ശ്രദ്ധിക്കണമേ. അനർത്ഥം ഉണ്ടാകരുതെന്നല്ല, കഷ്ടത ഉണ്ടാകരുതെന്നല്ല, ആ കഷ്ടത മുഖാന്തരം ഞാൻ വ്യസനിക്കുവാൻ ഇടവരരുതേ. ശ്രദ്ധിക്കുക, എന്താണ് വ്യസനം? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ മനോഹരമായൊരു എക്സ്പ്ലനേഷൻ വ്യസനത്തിന് കാണുവാനായിട്ട് കഴിയും. അവളുടെ പ്രതിയോഗി ആരുടെ? ഹന്ന എന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഭക്തമതിയായ ഒരു സ്ത്രീയുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു, അഥവാ ഹന്നയെ വ്യസനിപ്പിച്ചു. എങ്ങനെയാണ് ഹന്നയെ വ്യസനിപ്പിച്ചത്? ആമേൻ സ്തോത്രം. എങ്ങനെയാണ്? ആമേൻ, അവളുടെ ഇല്ലായ്മ മുഖാന്തരം, അവൾക്ക് ഇല്ലാതിരുന്നപ്പോഴല്ല, ശ്രദ്ധിക്കണമേ, അവളുടെ ജീവിതത്തിൽ ഒരു ഇല്ലായ്മ കടന്നു വന്നപ്പോഴല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഹന്നായുടെ ജീവിതത്തിൽ എപ്പോഴാണ് കുത്തുവാക്കുകളിലൂടെ, പരിഹാസവാക്കുകളിലൂടെ, കളിയാക്കലുകളിലൂടെ ആമേൻ പെനീന എന്ന പ്രതിയോഗി വ്യസന കാരണമായി മാറിയത്? ഹന്നയുടെ ജീവിതത്തിൽ ഇല്ലായ്മ ഉണ്ടായപ്പോഴല്ല, കേൾക്കുക, ആ ഇല്ലായ്മ മാറിപ്പോകാതെ ദീർഘനാൾ തുടർന്നപ്പോൾ. ആമേൻ, നിങ്ങൾ മനസ്സിലാക്കുക, ഹന്ന സ്തോത്രം വിവാഹിതയായി എൽക്കാനയുടെ ഭാര്യയായി ജീവിക്കുന്നു. ആമേൻ സ്തോത്രം. അവൾക്ക് മക്കളില്ല. ആമേൻ സ്തോത്രം. എപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്? 1 വർഷം, 1.5 വർഷം, 2 വർഷം, കുറെ കഴിഞ്ഞു. ആമേൻ ആമേൻ സ്തോത്രം. 1 വർഷമായപ്പോൾ ആമേൻ സ്തോത്രം ചുറ്റുമുള്ളവർ വിചാരിച്ചു കാണണം എന്താണ്? ആമേൻ, അവർ ഫാമിലി പ്ലാനിങ്ങിലായിരിക്കും. ആമേൻ, അവർ യൂറോപ്പിൽ പോയിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ചിലരുണ്ട്. ആമേൻ സ്തോത്രം. അതിനായിട്ട് ആമേൻ സ്തോത്രം ആ സമയത്തെ ഇല്ലാതാക്കി കളയാതിരിക്കുക. കർത്താവ് തരുന്നതിന് തക്ക സമയങ്ങളിൽ കരം നീട്ടി വാങ്ങിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. ആമേൻ സ്തോത്രം. തുടർന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് കരുതും. എന്നാൽ കുറെ കഴിയുമ്പോഴാണ് ആമേൻ ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് മക്കളായില്ലല്ലോ? എന്താണ് പ്രശ്നം? അവനാണോ പ്രശ്നം? നിനക്കാണോ പ്രശ്നം? ആമേൻ. അത് കഴിഞ്ഞ് ഭക്തൻ ഒരു പടി കൂടെ മുകളിലേക്ക് കയറി ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നവളല്ലേ? നീ ആരാധിക്കുന്നവളല്ലേ? നീ പള്ളിയിൽ പോകുന്നവനാണല്ലോ? നിങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നവരാണല്ലോ? പിന്നെ എന്തുകൊണ്ട് നിനക്കില്ല? പിന്നെ എന്തുകൊണ്ട് നിനക്കത് കിട്ടിയില്ല? ആമേൻ സ്തോത്രം. അപ്പോൾ വ്യസനിപ്പിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ആമേൻ സ്തോത്രം. ഒരു ഇല്ലായ്മ ജീവിതത്തിൽ കടന്നു വരികയും അത് ദീർഘനാൾ തുടരുകയും ചെയ്യുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിനക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാത്തത് എന്ന് പറഞ്ഞ് നിന്ദിക്കുന്ന ആ നിന്ദയാണ് വ്യസനം. എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന അപമാനമാണ് വ്യസനം. ആമേൻ. അപ്പോൾ ഭക്തന്റെ പ്രാർത്ഥന അതാണ്. ആ ഇല്ലായ്മ അല്ലെങ്കിൽ ആ കഷ്ടത എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതല്ല വിഷയം. പക്ഷേ അത് പറഞ്ഞ് ഒരുത്തനും എന്നെയും ഞാൻ സേവിക്കുന്ന നിന്നെയും നിന്ദിക്കുവാൻ ഇടവരരുതേ ദൈവമേ. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർ
ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഭക്തന്റെ ആവശ്യം അതാണ്. ആമേൻ, സ്തോത്രം. സ്തോത്രം. ദൈവമേ, ആമേൻ, സ്തോത്രം. ഞാൻ ഈ ഇല്ലായ്മയിലൂടെ അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇത് പറഞ്ഞ് എന്നെ ഒരുവനും നിന്ദിക്കുവാൻ ഇട വരരുതേ. ആമേൻ, സ്തോത്രം. നിന്നയായി അവൾ മാറിയത് തിരിച്ചറിഞ്ഞ ആര്? ഹന്ന മാറിയത് തിരിച്ചറിഞ്ഞ ദൈവം തൻ്റെ മുൻപിലായിരുന്ന ഏലി എന്ന പുരോഹിതനിലൂടെ ഹന്നായോട് പറയുകയാണ്, ഇനി നിന്റെ മുഖം വ്യസനിക്കുകയില്ല, ഇനി നിന്റെ മുഖം വാടുകയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ മുഖം വാടാതെ വണ്ണം നിന്നെ വഴി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം, നിന്ദിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം, നീ അപമാനിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം, നീ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുന്ന ഒരു പരിഹാസ വിഷയമായി നിന്റെ ദൈവം എവിടെ? നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നീ ആരാധിച്ചിട്ട് എന്ത് കിട്ടി? നീ പള്ളിയിൽ പോയിട്ട് എന്തായി എന്ന് ചോദിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും അപമാനിക്കപ്പെടാതിരിക്കുവാൻ, നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് തരും. അതെ, ഇനിയത്തെ ആണ്ട് ഹന്ന കേട്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാ ഇതിനകത്തായിരിക്കുന്നവർ, ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ കേൾക്കുക, തിരിച്ചറിയ. ഇനിയത്തെ ആണ്ട്, ഇനിയത്തെ യേശുവേ നാമത്തിൽ. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞത് ഇന്നത്തെ പോലെ ആഴ്ചയിൽ അന്ന് ആലയത്തിൽ കടന്നു പോകുവാൻ കഴിയത്തില്ല, വർഷത്തിലായിരിക്കണം കടന്നു പോകുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ്, ഇനി നമ്മൾ കാണുമ്പോൾ നീ സന്തോഷത്തെക്കുറിച്ച് സാക്ഷിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. അടുത്ത ഞൊടിയാകട്ടെ, അടുത്ത ദിവസമാകട്ടെ, അടുത്ത ആഴ്ചകളിലാകട്ടെ, മാസങ്ങളിലാകട്ടെ, നമ്മൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന സാക്ഷ്യത്തെ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി നിങ്ങളെ മാനിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. കഷ്ടത അല്ല പ്രശ്നം. ശ്രദ്ധിക്കണമേ, കഷ്ടത ഇല്ലാത്ത മനുഷ്യർ ഭൂമിയിൽ ഇല്ല എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് കഷ്ടത, നമ്മൾ മാത്രമാണ് അനർത്ഥത്തിന് അടിമയായിരിക്കുന്നത്, നമ്മൾ മാത്രമാണ് അൺലക്കി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അകാരണമായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമാണ്. എന്നാൽ ഒരിക്കലും അങ്ങനെ അല്ല. നമ്മൾ ആയിരിക്കുന്നത് പോലെ നമുക്കൊപ്പമുള്ളവരും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പ് വീട്ടിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരൻ, ആമേൻ, ആ സഹോദരൻ കൗൺസിലിങ്ങിന് വരുന്നതിന് മുമ്പ് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി വിളിച്ചു. സ്ഥിരമായി വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പരാതി ഇതാണ്, ആമേൻ, ദൈവദാസനെ, എൻ്റെ മകൻ അനുസരിക്കുന്നില്ല, അനുസരണയില്ലാത്തൊരു മകൻ എനിക്കുണ്ട്. ആമേൻ. ഏതൊരു അപ്പൻ്റെയും അമ്മയുടെയും വിഷമമാണ്. ചില അമ്മയപ്പന്മാർ അവിധത്തിൽ മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. കേൾക്ക്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നിന്റെ തലമുറകളെ നടത്തും. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ പരാതി ഇതാണ്, അനുസരണയില്ല, മകൻ അനുസരണയില്ല. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു, തുടർന്ന് പിന്നെയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മകൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ സ്തോത്രം, ആ പിതാവ് പറഞ്ഞു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ പിതാവിൻ്റെ പരാതി ഇതാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അനുസരിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന സമയത്തിന്, ആമേൻ, സ്തോത്രം, വിളിക്കുന്ന സമയത്തൊക്കെ എടുക്കുവാൻ പറ്റാത്തതുമായി, പിന്നെ ഒത്തിരി സംസാരിക്കുവാൻ മിനക്കെടാതെയുമായി. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള ഒരു കുഞ്ഞ് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ, ആമേൻ, സ്തോത്രം, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ വഴിയെ പറയാം. ആമേൻ, സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ ഒരു ചിന്ത വന്നു. ആമേൻ, സ്തോത്രം. ഇവൻ മനഃപൂർവ്വമാണ് എന്തോ മന്ത്രം ചൊല്ലി എൻ്റെ മകനെ അനുസരിക്കുന്നവനാക്കി മാറ്റാത്തത്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു ചിന്ത ആ മനുഷ്യന് വന്നു. ആ മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കണം ചിന്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ച ഉടനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ശരി യജമാനനെ എന്ന് പറഞ്ഞ് അപ്പൻ്റെ മുമ്പേ തലകുനിച്ച് നിൽക്കുമെന്ന്. ആമേൻ. ഇന്ന് പലരും അങ്ങനെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പമുള്ളവരൊക്കെ അങ്ങനെ നിന്ന് അനുസരിച്ചതും തന്നെ. ആമേൻ, സ്തോത്രം. കേൾക്കണമേ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി വീട്ടിനകത്ത് വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആമേൻ, സ്തോത്രം. വളരെ മനോഹരമായി നന്നായി ഡ്രസ്സ് ചെയ്ത ഒരു കുഞ്ഞ്, നല്ല സ്തോത്രം ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് കടന്നു വന്നപ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് അങ്കിള് എന്ന് പറഞ്ഞ് വന്നു. ആമേൻ, സ്തോത്രം. വളരെ സ്തോത്രം, വളരെ മാനേഴ്സോടുകൂടെ, ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ വിസിറ്റിംഗ് ഹാളിൽ സ്തോത്രം സോഫയിൽ ഇരുന്നു. ആമേൻ, പിതാവും അടുത്തിരുന്നു.
ആമേൻ. സ്തോത്രം. ആ പിതാവിനോട് ഞാനിങ്ങനെ ആ കുഞ്ഞിനെക്കുറിച്ച് കുഞ്ഞിനോട് സംസാരിച്ചു. ആമേൻ. ഞാൻ ചോദിച്ചു സ്കൂളിൽ എങ്ങനെയാണ്, മാർക്കൊക്കെ ഉണ്ടോ? ആ പിതാവ് ഉടനെ പറഞ്ഞു മാർക്കൊക്കെ ഉണ്ട്, എങ്കിലും അനുസരിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. പിന്നെയും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളായി ചോദിക്കുവാൻ തുടങ്ങി. ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിനുണ്ട്. ആ കുഞ്ഞിനെ നോക്കിയിട്ട് പിതാവ് അവസാനം പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ അനുസരിക്കത്തില്ല, എല്ലാം ഉണ്ട് അവൻ അനുസരിക്കത്തില്ല. എനിക്ക് തന്നെ സങ്കടം വന്നു. ആ കുഞ്ഞിങ്ങനെ ഇരിക്കുക. ആമേൻ. സ്തോത്രം. അപ്പോൾ ഞാൻ സ്തോത്രം സംസാരിച്ചു വന്നതിൻ്റെ കൂട്ടത്തിൽ ആമേൻ സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചും സംസാരിക്കുവാനായി തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ആമേൻ ഇപ്പോൾ കേട്ടോടാ ഒരു ദൈവദാസൻ എങ്ങനെയാണ് മകനെ വളർത്തുന്നതെന്ന് നീ ഇപ്പോൾ കേൾക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ആ മനുഷ്യൻ ചോദിച്ചു, പാസ്റ്ററേ നിങ്ങളുടെ കുഞ്ഞ് നല്ല അനുസരണമുള്ള അച്ചടക്കമുള്ള കുഞ്ഞായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ശരിയാണ്, ഭയങ്കര അനുസരണമാണ്, അച്ചടക്കമാണ്. ഞാനും ഭാര്യയും നാട്ടുകാരും വീട്ടുകാരും ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. അവൻ്റെ കണ്ണാടി അവനോട് പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ. ആമേൻ. സ്തോത്രം. അപ്പോൾ ആ മനുഷ്യനൊരു സങ്കടം വന്നതുപോലെ ആമേൻ. സ്തോത്രം. പിന്നെയും ആ മനുഷ്യൻ ചോദിച്ചു, അവൻ നല്ലവണ്ണം പഠിക്കുമോ? ഞാൻ പറഞ്ഞു ഓ സ്തോത്രം, അവൻ അനുസരണം ഇല്ലെങ്കിലും പഠിക്കാത്തത് കൊണ്ട് എനിക്കതൊരു സങ്കടമല്ല. ആമേൻ. സ്തോത്രം. ഇങ്ങനെ കുറേ കാര്യം ചോദിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ അടുത്തിരുന്ന കൊച്ചിനെ ചേർത്ത് പിടിച്ചു. എനിക്ക് മുഖഭാവം കണ്ട് മനസ്സിലായി അവർ ഭാഗ്യവാനാണെന്ന് അവർക്ക് മനസ്സിലായി. ആമേൻ. ആ മനുഷ്യൻ വിചാരിച്ചു കൊണ്ടിരുന്നത് തൻ്റെ കുഞ്ഞ് അനുസരിക്കാത്തത് കൊണ്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന്. ഇവിടെ മുഴുവൻ പ്രശ്നമായിട്ടാണ് ആമേൻ സ്തോത്രം ബാക്കിയുള്ളവർ നിൽക്കുന്നത്. ആ കുഞ്ഞുമായിട്ട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ആ പിതാവ് കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ ആ സഹോദരനും തൻ്റെ ഭാര്യയും കൂടെ വിളിക്കുക, പാസ്റ്ററെ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ആമേൻ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വന്ന ആള് ആമേൻ വിളിച്ചിട്ട് ഭാര്യയുമായിട്ട് ചേർന്ന് പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി സിസ്റ്റർ, എന്ത് പറ്റി ബ്രദർ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? അല്ല പാസ്റ്ററിന് ഭയങ്കര സങ്കടമായിരിക്കത്തില്ലേ? ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു എനിക്ക് സങ്കടമാണെന്ന്? ആമേൻ. ഹല്ലേലൂയ. അവരുടെ പ്രശ്നം അതാണ്, അനുസരിക്കുന്നില്ല, ബഹളം വയ്ക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആമേൻ എൻ്റെ കുഞ്ഞിൽ അവർ കുറ്റമായി കണ്ടത്. 1ാം റാങ്ക് വാങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ആവശ്യമില്ല. ആമേൻ. 10ഓ 12ഓ വയസ്സുള്ള ഒരു കുഞ്ഞ് അനുസരണക്കേട് കാണിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ആമേൻ. 12ഉം 13ഉമുള്ള പിള്ളേർ ബഹളം വച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ഇവൻ എന്തോ ഹോർമോൺ തകരാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ കുറേ അങ്ങനെ ബഹളം വയ്ക്കേണ്ടെന്ന്. പ്രിയരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിലൊന്ന് പോയി നോക്കിയേ. ഒരു സ്കൂളിൻ്റെ വൈകുന്നേര സമയത്ത് പോയിട്ട് അതിനകത്ത് സ്കൂൾ വിടുന്ന സമയത്ത് ജനഗണമന പാടി വരുന്ന സമയത്ത്, ഇപ്പോൾ ഓടാൻ സംഭവിക്കുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ സമയത്ത് ടിങ് ടിങ് എന്ന് ബെല്ല് കേൾക്കുന്നത് നമ്മളെല്ലാം കൂടെ ചാടി ഓടി ആ ഏരിയ മുഴുവൻ കുടുങ്ങും. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല സ്കൂളിനകത്ത് വഴക്ക് കിടക്കുകയാണെന്ന്. ആമേൻ. എന്തെന്ന് വെച്ചാൽ അറിയാം പിള്ളേർ അങ്ങനെയാണ്. പക്ഷേ ചന്തയിൽ പോയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതേ ബഹളം നടത്തിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൊതുസ്ഥലത്ത് നടത്തിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. ആമേൻ. അവർ ഉറച്ച് സംസാരിക്കും, അവർ ബഹളം വയ്ക്കും, അവർ ഓടും, അവർ ചാടും. നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാം ചെയ്യണമെങ്കിൽ കീ കൊടുക്കുന്ന പാവകളെ വാങ്ങിച്ച് വളർത്തുവാൻ ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരുന്നു. അപ്പോൾ നോക്കിയേ, എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ആമേൻ. അപ്പോൾ പ്രശ്നം ഇല്ലാത്തവർ ഇല്ല എന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ബൈബിൾ അത് മനോഹരമായി പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ആമേൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ബൈബിൾ പറയുന്നത് എന്താണ്? ഈ കഷ്ടതയെ പരീക്ഷ എന്നൊരു പേര് നൽകിയിട്ട് ബൈബിൾ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. ആരാണ് ഭാഗ്യവാൻ? ഓണം ബമ്പർ അടിച്ച മനുഷ്യനാണോ? ആമേൻ. സ്തോത്രം. സർക്കാർ വീട് കൊടുക്കുന്ന മനുഷ്യനാണോ? ഈ ലോകത്തിൽ ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യനാണോ? ഈ ലോകത്തിൽ ആ ലോകപ്രകാരം അതൊക്കെ ഭാഗ്യമായിരിക്കും. പക്ഷേ ഈ ബൈബിൾ പറയുന്നു ഭക്തേ, പരീക്ഷ സഹിക്കുന്ന നീയാണ് ഭാഗ്യവാൻ, നീയാണ് ഭാഗ്യവതി. കാരണം ഈ പരീക്ഷയാണ് നിന്നെ കൊള്ളാകുന്നവളാക്കി ജീവകിരീടം പ്രാപിക്കുവാൻ നിത്യതയിൽ ദൈവത്തിന്റെ അടുക്കൽ നിർത്തുന്നത്. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ ചില പരീക്ഷകളില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ആമേൻ. സ്തോത്രം. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചേ, ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമായിട്ട് വന്ന പിതാവ്, ആ കുഞ്ഞിന്റെ പിതാവ് പറയുകയാണ് ഇവൻ അനുസരിക്കുന്നില്ല. ആമേൻ. എൻ്റെ കുഞ്ഞിതെല്ലാം തികഞ്ഞ കുഞ്ഞാണെങ്കിൽ ഞാൻ പറയും കണ്ടു പഠിക്കടാ ചെറുക്ക എൻ്റെ മോനെ, അവൻ്റെ അനുസരണ കാണണം. ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ എവിടേക്ക് പോകും? ഇങ്ങനെ പൊങ്ങി അതിനെ ബൈബിൾ പറയുന്നു നിഗളം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് എന്താ പറഞ്ഞേ? ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് ആമേൻ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം
ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന്. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുക, പരീക്ഷ എന്തിനെന്ന് ചോദിച്ചാൽ നീ ഭക്തനായിരിക്കുവാൻ വേണ്ടി, അപ്പൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടി. എപ്പോൾ പരീക്ഷയില്ലാത്തൊരു ജീവിതം നിന്റെ ലോകത്തിൽ ഉണ്ടാകുന്നുവോ അപ്പോൾ നീ ദൈവമില്ലാത്തവനായി മാറും. അപ്പോൾ നീ ദൈവത്തിൽ നിന്ന് ഏറെ അകന്നവനായി മാറും. ആമേൻ, സ്തോത്രം. പരീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഏറ്റവും കഷ്ടതയിലായിരുന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഏതെങ്കിലും കോവളത്തോ വേളിയിലോ എവിടെയെങ്കിലും പേര് നിലവിളിച്ചിട്ടുണ്ടോ? ആമേൻ. കഷ്ടതയിൽ നിങ്ങൾ എവിടെയായിരിക്കും? മുറിക്കകത്ത് തകർന്ന ഹൃദയത്തോടെ നിലവിളിക്കും, ദൈവമേ. അപ്പുറത്തും ഇപ്പുറത്തും ആര് കേട്ടാലും വിഷയമില്ല. വാക്കകത്ത് തുണിയും കയറ്റി വെച്ചിട്ടെങ്കിലും വിളിക്കും, ദൈവമേ, ദൈവമേ. ഇനി സന്തോഷം വരുമ്പോൾ നമ്മൾ മുറിക്കകത്താണോ? അല്ല, ഏതെങ്കിലും വലിയ സന്തോഷം നടക്കുന്ന സ്ഥലത്ത് പോകും. അവിടെ പോയിട്ട് നമ്മൾ വിളിക്കുമോ ദൈവമേ എന്ന്? ആമേൻ. അവിടെ പോയി വേറെ ആരെങ്കിലും ദൈവമേ എന്ന് വിളിക്കുന്നത് കണ്ടാൽ സ്തോത്രം, നമ്മൾ വിശ്വാസികളാണല്ലോ. നമ്മളിങ്ങനെ ഇതുപോലുള്ള സന്തോഷകരമായ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട ഒരു ദേവദാസം ഒരു ട്രാക്ടറും വെച്ചുകൊണ്ട് ഇരിക്കുന്ന കണ്ടാൽ നമ്മൾ സന്തോഷത്തിലായതുകൊണ്ട് അതിനെ വാങ്ങിച്ച് വലിച്ചു കീറി ഒരെറി, ഇവനൊന്നും വേറെ വേലയില്ല, ഇവിടെ വന്ന് നിൽക്കുന്നു. ആമേൻ. സന്തോഷത്തിലായാൽ ശരിക്കും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകും. അപ്പോൾ നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് ഈ പരീക്ഷ വ്യസന കാരണമായി തീരാതിരിക്കുവാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ഈ പരീക്ഷ, അതായത് ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പരീക്ഷ വ്യസന കാരണമായി തീരാതിരിക്കുവാനുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഉൾക്കൊള്ളുക. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം ഉൾക്കൊള്ളുക, രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുക, മൂന്നാമത്തെ കാര്യം കഷ്ടതയ്ക്ക് പിന്നിലെ ദൈവികോദ്ദേശം മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഉൾക്കൊള്ളുക, 2 പ്രാർത്ഥിക്കുക, 3 കഷ്ടതയ്ക്ക് പിന്നിലെ ദൈവികോദ്ദേശം മനസ്സിലാക്കുക. ആമേൻ. ശ്രദ്ധിച്ചേ, ഉൾക്കൊള്ളുക, ഉൾക്കൊള്ളുക. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയാമോ? ആമേൻ. നിങ്ങളൊരു കഷ്ടതയിലായിരിക്കുമ്പോൾ പിശാച് വന്നിട്ട് നിങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങും, ഈ കഷ്ടത ഞാൻ അനുഭവിക്കേണ്ടതല്ല. ആമേൻ. നമ്മളൊരു കഷ്ടതയിലാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതില്ലേ, ഇന്നലെയും കൂടെ പള്ളിയിൽ പോയാണല്ലോ, പിന്നെ എന്തിനാ കഷ്ടത വന്നേ? ഇന്നലെയും കൂടെ ഞാൻ ഉപവസിച്ചാണല്ലോ, ഇന്നലെയും കൂടെ ഞാൻ പ്രാർത്ഥിച്ചാണല്ലോ. ആമേൻ, സ്തോത്രം. അപ്പോൾ പിശാച് വന്നിട്ട് നമ്മോട് പറയും, എന്താ, നീ ഈ കഷ്ടത അനുഭവിക്കുവാനുള്ളവനല്ല, ഈ കഷ്ടതയിൽ ആയിരിക്കുവാൻ ഉള്ളവൻ അല്ല. ആമേൻ, സ്തോത്രം. ഈ ചിന്ത ഇത് എല്ലാവരുടെ ഉള്ളിൽ വരുന്നതാ. എന്തിനാ ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത് ചോദിച്ചിട്ടില്ലേ? ആമേൻ, സ്തോത്രം. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ കർത്താവേ ഈ കഷ്ടത അനുഭവിക്കുന്നത്? ഞാൻ എന്തിനാ കർത്താവേ ഈ കരയുന്നത്? ഞാൻ എന്തിനാ കർത്താവേ നിലവിളിക്കുന്നേ? ഞാൻ എന്തിനാ കർത്താവേ ഈ വേദനിക്കുന്നേ? ഞാൻ എന്തിനാപ്പാ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നേ? ആമേൻ. കാരണം നമ്മുടെ ഉള്ളിൽ പിശാചിട്ടൊരു ചിന്തയാണ്, കഷ്ടത അനുഭവിക്കുവേണ്ടവൻ ഞാനല്ല, ഞാൻ ഈ കഷ്ടത അനുഭവിക്കേണ്ടതില്ല. അർത്ഥം, ഞാൻ കഷ്ടമനുഭവിക്കുന്ന മനുഷ്യനേക്കാൾ പൊങ്ങി ശ്രേഷ്ഠനാണ്. അർത്ഥം, നിഗളം, താഴെ വീഴാതെ നോക്കണം. ആമേൻ, സ്തോത്രം. ഈ ലോകത്തിലുള്ള ബാക്കി മനുഷ്യരെക്കാളൊക്കെ, ആമേൻ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വചനം പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ സർവത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ. അർത്ഥം, യേശു കഷ്ടത സഹിച്ചു. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഭക്തന്മാർ കേൾക്കണമേ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് എഴുതിയ എഴുത്തുകാരൻ വരെ നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭക്തനായി വിശുദ്ധ വേദപുസ്തകത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകാത്തൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തേ ഇല്ല. ഹാബേൽ, ഓ സ്തോത്രം, എന്ത് ഭക്തനായ മനുഷ്യൻ! പക്ഷേ അവൻ്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കും, അയ്യോ, ഹാബേൽ ഭക്തനായിരുന്നു, കഷ്ടമുണ്ടായി. കായീൻ ഭക്തനല്ലാതിരുന്നു, കഷ്ടം ഉണ്ടായില്ലേ? ആമേൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കായീൻ ഹാബേലിനെ കൊന്നു, ചത്തവൻ പോയി. ജീവിച്ചിരുന്നവനോ അവന്റെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. അവൻ മരണഭയത്തിലായി, എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലും. നീ വേണം, ദൈവത്തോട് പറയുക, ഞാൻ ഇത്രയും പാപമൊക്കെ ചെയ്തു, ഇനി നീ വേണം എന്നെ സംരക്ഷിക്കുവാൻ. ആമേൻ. ആ പാപത്തിന്റെ ഫലം, അഥവാ
സ്തോത്രം, ഈ സ്തോത്രം, കായീൻ ഒരു പാപം ചെയ്തു. അതിൻ്റെ ഫലമായി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടത, അവൻ്റെ സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന അനുഭവം അവൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മെ വേണ്ടാത്തവരാക്കി മാറ്റും. നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ പൊസിഷൻസ് നഷ്ടപ്പെടും, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഭവങ്ങൾ നഷ്ടപ്പെടും. കൊള്ളാകുന്നവരായി തീരേണ്ട നമ്മൾ കൊള്ളാത്തവരായി തീരും. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പാപം ചെയ്തു, കായീൻ മരിച്ചില്ല എന്ന് ചിന്തിക്കരുത്. മരണത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു കായീനിന്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അവസാനം വരെ മരണഭീതിയോടെ നടക്കേണ്ടി വന്നവൻ, മാതാപിതാക്കളെ കാണുവാൻ കഴിയാതെ അലയേണ്ടി വന്നവൻ, മാതാപിതാക്കളുടെ ശാപം അവസാന നിമിഷം വരെ തലമേൽ ചുമക്കേണ്ടി വന്നവൻ. അതുതന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. കേൾക്കണമേ, ആമേൻ, സ്തോത്രം. നമുക്ക് മുമ്പേ വിശുദ്ധ വേദപുസ്തകം എടുത്ത അനേക ശതകോടി ഭക്തന്മാർ ഈ ഭൂമുഖത്തിലുണ്ട്. നമ്മൾ അറിയുന്ന ഒത്തിരി ആയിരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെല്ലാം കഷ്ടത സഹിച്ചവരാണ്. ആമേൻ. വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത ഇല്ലായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ വേദപുസ്തകമായിരിക്കത്തില്ല, ബൈബിൾ എടുത്ത് ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറി നടന്നതായിരിക്കും. ആമേൻ, സ്തോത്രം. ബൈബിൾ എടുത്തൊരു ഭക്തനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. അങ്ങനെയെങ്കിൽ ആമേൻ, സ്തോത്രം, എല്ലാവരും കഷ്ടത സഹിച്ചു. നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കഷ്ടത സഹിച്ചു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ കഷ്ടത സഹിക്കുവാൻ യോഗ്യനല്ല. എന്താണ് അർത്ഥം? ആമേൻ, സ്തോത്രം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മൾ തിരിച്ചറിയുക. യേശു കഷ്ടത സഹിച്ചുവെങ്കിൽ, ആമേൻ, യേശു അകാരണമായി കഷ്ടത സഹിച്ചു. യേശു എന്തെങ്കിലും ചെയ്തിട്ടാണോ കഷ്ടത അനുഭവിച്ചത്? നമ്മളെപ്പോലെ എന്തെങ്കിലും ചെയ്തിട്ടാണോ കഷ്ടത അനുഭവിച്ചേ? യേശു ഒരു തെറ്റും ചെയ്യാതെ കഷ്ടത അനുഭവിച്ചു. ശിഷ്യന്മാർ ഒരു തെറ്റും ചെയ്യാതെ കഷ്ടത അനുഭവിച്ചു. അപ്പോസ്തലന്മാർ, ആമേൻ, അതിനുശേഷം വന്ന തലമുറ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിച്ചു. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന സാക്ഷികളുടെ വലിയ സമൂഹം ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കുക, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുവാൻ പാടില്ലെന്ന് ഞാൻ ശഠിച്ചാൽ ഞാൻ യേശുവിനെക്കാളും വലിയവനാണോ? ഹല്ലേലൂയ. അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഒത്തിരി കടന്നു വരാറുണ്ട്, കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. ഞങ്ങൾക്കും ആഗ്രഹമാണ് കഷ്ടത വരരുത് എന്ന് പറഞ്ഞ്, കഷ്ടത വന്നാൽ പോ ദൈവമേ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കൊന്നുമില്ല. കഷ്ടത വന്നാൽ ഞങ്ങൾക്കറിയാം അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട്, അതേക്കുറിച്ച് പറയാം. അപ്പോൾ പലരും വന്ന് ചോദിക്കും, എന്നാലും എൻ്റെ പാസ്റ്ററെ, നിങ്ങളൊരു പാസ്റ്ററായിരുന്നിട്ട്, നിങ്ങളൊരു ഭക്തനായിരുന്നിട്ട് ഇങ്ങനെയുള്ള കഷ്ടതകളൊക്കെ വന്നല്ലോ. ആമേൻ, സ്തോത്രം. യേശുവിന് കഷ്ടത വന്നിട്ട് അത് അവർക്കൊരു ചിന്തയില്ല. ആമേൻ. എനിക്ക് കഷ്ടത വന്നതാണ് പലർക്കും ഒരു ചിന്ത. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. അവരോട് ചോദിച്ചു നോക്കാം, നിങ്ങളുടെ യേശുവിനെ എല്ലാവന്മാർ പിടിച്ച് ക്രൂശിച്ചു, അവരിട്ട് അടിച്ചു, ഒടിച്ചു, ഇട്ട് കഷ്ടപ്പെടുത്തി, അതിലൊന്നും നിങ്ങൾക്കൊരു സങ്കടമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുത്തിപ്പോലെ കഷ്ടം വന്നപ്പോൾ സഹിക്കാൻ പറ്റാതെ നടക്കുന്നത്. ആമേൻ. ലോകം അങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. തിരിച്ചറിയുക, നമ്മൾ യേശുവിനേക്കാൾ വലിയവൻ അല്ലേ അല്ല. രണ്ടാമത്, പിശാചിന്റെ തന്ത്രം നമ്മൾ തിരിച്ചറിയുക. കഷ്ടതയെ ഉൾക്കൊള്ളാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ആക്കി മാറ്റുന്ന രണ്ടാമത്തെ പിശാചിന്റെ തന്ത്രം. ഇന്നത്തെ കർത്തൃമേശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നു എന്നിരിക്കട്ടെ, പിശാച് ഉടനെ നമ്മുടെ ഉള്ളിൽ വരും. എന്നിട്ട് നമ്മെക്കൊണ്ട് കഷ്ടതയുടെ കാരണം കണ്ടെത്തിപ്പിച്ച് അത് മറ്റുള്ളവരുടെ മേൽ ചുമത്തുവാനായിട്ട് ത്വരയുള്ളവരാക്കി മാറ്റും. ആമേൻ, സ്തോത്രം. 10ാം ക്ലാസ് തോറ്റു വന്ന് നിൽക്കുന്ന മകനെ കണ്ട ഉടനെ അപ്പൻ വിളിച്ച് പറയും, എടീ നിന്റെ മുടിഞ്ഞ മോൻ തന്നെ, അതുപോലെ തന്നെ സ്വഭാവം. ആമേൻ, ആമേൻ. അടുക്കളയിൽ പോയിട്ട് 2 പാത്രമായിട്ട് അടിച്ചിട്ട് ഭാര്യ പറയും, പിന്നെ എനിക്ക് കഴിഞ്ഞ മഴയത്ത് കുട്ടയിലൊന്ന് വിഴുന്ന് കിട്ടിയ സാധനമല്ലേ. സ്തോത്രം. ശ്രദ്ധിച്ചേ. ആമേൻ. ഇതാണ് ഓരോ വീട്ടിൽ നടക്കുന്നതല്ലേ. വീട്ടിനകത്ത് മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഉടനെ അപ്പനാണ് ശബ്ദം കൂടുതലെങ്കിൽ അപ്പൻ പറയും, നിന്റെ മക്കളല്ലേ, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പന് ശബ്ദം കുറവാണെങ്കിൽ അമ്മ പറയും, നിങ്ങളെയല്ലേ സന്തതി, ഇങ്ങനെ ആയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ആമേൻ, സ്തോത്രം. അപ്പോൾ പ്രശ്നം എന്താ? ഒരു കഷ്ടത വന്നു, ഉടനെ അതിനെ മറ്റൊരാളിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വ്യഗ്രതയാണ്, നീയാണ്. ആമേൻ. ഇതിനി ഭക്തനാണെങ്കിൽ എന്താണ്? ആമേൻ, സ്തോത്രം. ഇപ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു പ്രശ്നം വന്നു, ആമേൻ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വീട്ടിനകത്തൊരു കഷ്ടത വന്നു പറഞ്ഞാൽ, നീ പ്രാർത്ഥിക്കാത്തതുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് വിജിക്കുവാണെങ്കിൽ പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥന കുറഞ്ഞുകൊണ്ടാണ്. ആമേൻ, സ്തോത്രം. ഇങ്ങനെ കുറ്റം കണ്ടെത്തുക. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇത്
ഒരു പുതിയ കാര്യമല്ല. ബൈബിൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. ആമേൻ. അപ്പോൾ ആ മനുഷ്യനെ കണ്ട ഉടനെ കൂടെ നിൽക്കുന്ന നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കൈയടിച്ച് ആരാധിക്കുന്ന കുറേ ബിരുദന്മാരുണ്ടല്ലോ, പത്രോസും തോമസും യോഹന്നാനും, ഈ ടീമെല്ലാം കൂടെ യേശുവിനെ വാരി പിടിച്ചിട്ട് ചോദിക്കുക, യേശുവേ, ഇവന്റെ അപ്പനാണോ ഇവന്റെ അമ്മയാണോ പാപം ചെയ്തത്? ആമേൻ, സ്തോത്രം. ഇവന്റെ അപ്പനാണോ ഇവന്റെ അമ്മയാണോ പാപം ചെയ്തത്? അവർക്ക് കാരണം അറിയണം. എന്തിനാ ആ പാവപ്പെട്ട തള്ളയെ 10 പറഞ്ഞിട്ട് പോകാൻ വേണ്ടി? സ്തോത്രം. ലോകത്തിന് ഇതാ ഒരു കാരണം കിട്ടണം. ആമേൻ. ഒരു പ്രശ്നം വന്നാൽ ഒരു കാരണം കിട്ടണം. നോക്കൂ, 9:3 യേശു മറുപടി പറയുകയാണ്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കഷ്ടതയിലായിരിക്കുന്നത് അവരും ഇവരും പറയുന്നത് പോലെ ആരുടെയെങ്കിലും പാപം മുഖാന്തരമല്ല, ദൈവ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാനത്രേ. നീ കഷ്ടതയിലായിരിക്കുന്നത് സത്യമെങ്കിൽ നിന്റെ മേൽ വെളിപ്പെടേണ്ട ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. കഷ്ടത എന്ന അടിസ്ഥാനത്തിൽ കെട്ടി ഉയർത്തപ്പെടുന്ന ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ ദൈവം വന്ന ഉടനെ ഒരുത്ത ചാടി തുമ്പ പെയ്യുന്നിട്ട് പറയാണ്, നീ എൻ്റെ കൂടെ ഇരിക്കാൻ നിന്ന ഇവളാണ് ചെയ്തത്, ഞാൻ നല്ലവനാണ്. ആമേൻ. അവൾ വിടുമോ? അവളുടനെ വേലി കിടന്ന പാമ്പിനെ നോക്കിയിട്ട് പറയാം, കർത്താവേ, ദോ കിടക്കണ പാമ്പ്, അതാണ് കുഴപ്പം. ആമേൻ. 10 മിനിറ്റ് കൂടെ കർത്താവ് നിന്നിരുന്നെങ്കിൽ, 2 പേരൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ 4 പേരും കൂടെ ടീമായിട്ട് പറഞ്ഞേനെ, നീ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായതെന്ന്. ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയാണല്ലോ പറയുന്നത്. ആമേൻ. എന്തിനാ പാമ്പിനെ ദൈവം സൃഷ്ടിച്ചത്? ആമേൻ. എന്തിനാ തോട്ടത്തിൻ്റെ നടുവിൽ മരം വച്ചത്? ആമേൻ. ദൈവം ആമേൻ അടിമകളെ പട്ടിക്കുട്ടികളെ അല്ല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ദൈവം സ്വന്തം ബുദ്ധി വിവേകമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. നന്മ തിന്മകളെ കാണിച്ചു തന്നു. വേണമെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കാം. ആമേൻ, സ്തോത്രം. ദൈവത്തിനൊരു നിർബന്ധവുമില്ല. ആമേൻ, ഹല്ലേലൂയ. അരുതെന്ന് പറയുന്നത് കേട്ട് ജീവിച്ചാൽ നീ നല്ലത് പ്രാപിക്കും. ചെയ്യേണ്ടത് മാത്രം ചെയ്ത് ജീവിച്ചാൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. അല്ലാതെ പലരും ചിന്തിക്കുന്നത് പോലെ ദൈവം വന്ന് കൈയും കാലും കൂട്ടിക്കെട്ടി നമ്മളെ ഇട്ട് നന്നാക്കുമെന്ന് ആരും ചിന്തിച്ചു. നമ്മളായിട്ട് നന്നായാൽ നമുക്ക് കൊള്ളാം. അപ്പോൾ നോക്കിയേ, സ്തോത്രം. കുറ്റം പറയുക, പരസ്പരം കുറ്റം പറയുക. ആമേൻ. ഇതാ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ പിശാച് വന്ന് പറയും, നീ പറ, അവനെ 10 പറ, അവളെ 10 പറ, അവരോട് 10 പറ. ആമേൻ. പക്ഷേ ദൈവം എന്താ പറയുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു യേശുവിൻ നിന്റെ ഭവനത്തിനകത്ത് പരസ്പരം കുറ്റം പറയുന്നതിന് കാരണമാകും വിധം കടന്നു വന്ന ആ പ്രതിസന്ധിക്കും പ്രതികൂലത്തിനും കണ്ണുനീരിന് കാരണമായ സാത്താന്റെ തല തകർക്കുന്ന ഒരു യേശു. ഓ നിന്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിച്ച, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെ നശിപ്പിച്ച, നിന്റെ നന്മകളെ നശിപ്പിച്ച, നിന്റെ തൊഴിലിനെ നശിപ്പിച്ച, നിന്റെ അനുഗ്രഹങ്ങളെ നശിപ്പിച്ച, നിന്റെ ആരോഗ്യത്തെ ആ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ആമേൻ സ്തോത്രം യേശുവുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ. ഒരു ഭക്തൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം ചിന്തിക്കാനുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വന്നു അത് അടുത്തവൻ്റെ തലയിൽ കെട്ടിവെച്ച് ഓടി രക്ഷപ്പെടുകയല്ല ചെയ്യുവാനുള്ളത്. നമ്മൾ തിരിച്ചറിയുക, ഒരു പ്രശ്നം വന്നു, പ്രശ്നമുണ്ട്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും പോലെ പ്രശ്നമുണ്ട്. ഇനി കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞാലുള്ള പ്രശ്നം പറഞ്ഞു തരാം. ആമേൻ സ്തോത്രം. ഇരമ്യാവെന്ന പ്രവാചകനെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് അയച്ചു. ആമേൻ. കുശവന്റെ വീട്ടിലേക്ക് അയച്ചപ്പോൾ ഒരു തകർന്ന പാത്രം ഇരമ്യാവ് കണ്ടു. ഇരമ്യാവ് ഉടനെ കുശവന്റെ ഭാര്യയെ വിളിച്ച് 10 തെറി പറഞ്ഞാലൊന്ന് ചിന്തിച്ചു നോക്കിയേ. നീ നേരാൻ വണ്ണം ഇവൻ ആഹാരം കൊടുക്കാത്തതുകൊണ്ടാണ് കൈ വിറച്ച് അവൻ ആ പാത്രത്തെ ഉടച്ചു കളഞ്ഞത്. അല്ലെങ്കിൽ ഇരമ്യാവ് നേരെ വീട്ടിൽ പോയി തൻ്റെ ഭാര്യ 4 തെറി പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെറി പറയേണ്ട കാര്യമില്ല. കാരണം ആ ഉടഞ്ഞ പാത്രം ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ആമേൻ. അത് കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നത്. എന്തിനെന്ന് അറിയാമോ? അതുവരെ ആ കുശവൻ പണിതതിൽ ഏറ്റവും ശ്രേഷ്ഠപരമായ ഏറ്റവും മാന്യതയേറുന്ന ഒരു പാത്രമായി പണിയപ്പെടുവാൻ വേണ്ടി ചിലത് തകർക്കപ്പെട്ടിരിക്കുന്നത് ആമേൻ സ്തോത്രം എറിഞ്ഞ് കളയപ്പെട്ട സ്ഥാനത്തല്ല, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. എന്തിനെന്ന് ചോദിക്ക്, മാനപാത്രമായി സർവശക്തനായ ദൈവം പണിയിപ്പിച്ച ഏറ്റവും മാനപാത്രമായി ശ്രേഷ്ഠതയുടെ പാത്രമായി മാറുവാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പോൾ കുശവനെ കുറ്റം പറഞ്ഞിട്ടോ ഇരമ്യാവ് തന്നെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഇരമ്യാവ് ഒരു കാര്യം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ആ പാത്രം ഉടഞ്ഞു, പക്ഷെ അത് എൻ്റെ
കയ്യിലിരിക്കുന്നു. ആമേൻ. ചില ഉടഞ്ഞ പാത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതാണ് കരയുന്നത്. പക്ഷെ കേൾക്ക്, അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ആമേൻ. ബാക്കി അടുക്കി വെച്ചിരിക്കുന്ന പാത്രത്തെ പോലെ പണിയാനല്ല, സ്പെഷ്യലായി ഒന്ന് പണിയുവാൻ വേണ്ടി. ഓ റാധിയ ഷക റതരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോരകൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അടുക്കിലിരിക്കുന്ന പാത്രത്തിൽ ഒന്നല്ല പിന്നെ ആ പാത്രം. ആമേൻ. അത് പൊളിഞ്ഞ പാത്രമാണെങ്കിൽ അത് മാനപാത്രമാണ്. ആമേൻ. സ്തോത്രം. അത് കുശവൻ പോകുമ്പോൾ അവന്റെ വീട്ടിനകത്ത് കൂടെ പോകും, അത് കുശവനൊപ്പം കാണും. ആമേൻ. ചിലത് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ചിലത് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേൾക്ക്, അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്, അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. അപ്പോ നമ്മൾ തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ മറ്റുള്ളവരെ പഴിചാരിയത് കൊണ്ടോ കാര്യം ഇല്ല. സ്തോത്രം. ഇനി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലി മൃഗം, ഇതുപോലൊരു സംഭവം ആമേൻ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഇല്ല. ആമേൻ. ദൈവം കാട്ടിലെ ഏറ്റവും ശക്തനായ ആനയെ സൃഷ്ടിച്ചു, സിംഹത്തെ സൃഷ്ടിച്ചു, കരടിയെയും കടുവയും തിമിംഗലത്തെയും സമുദ്രത്തിലെ എല്ലാ സാധനങ്ങളെയും സൃഷ്ടിച്ചു. എവിടെയെങ്കിലും ഒരിടത്ത് എഴുതിയിട്ടുണ്ടോ ആമേൻ തിമിംഗലത്തിന്റെ വയറ് കണ്ട് ദൈവം അനുതപിച്ചു? ഇതെന്തോരം തീറ്റയാ. ആമേൻ. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ആനയുടെ ചിഹ്നം വിളി കേട്ട് ദൈവം അനുതപിച്ചു? ഇവന്റെ തൊണ്ട തുറക്കുമ്പോഴുള്ള ശബ്ദം. പക്ഷെ മനുഷ്യനെ കണ്ട് ദൈവം അനുതപിച്ചു. ഈ ബാക്കി ഒന്നിനെ കണ്ടിട്ടും ദൈവത്തിന് ഒരു ഇതും തോന്നിയില്ല. എല്ലാം നല്ലതും തോന്നി, പക്ഷേ മനുഷ്യനെ കണ്ട് ദൈവം അനുതപിച്ചു. ആമേൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, ആമേൻ, ഒരു ദിവസം ഒരിക്കലെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഉൾപ്പെടെ, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല. അല്ലേ? അവനും മനസ്സിലാകുന്നില്ല, അവക്കും മനസ്സിലാകുന്നില്ല, നാട്ടുകാർക്കും മനസ്സിലാകുന്നില്ല, വീട്ടുകാർക്കും ആമേൻ. സ്തോത്രം. ഇത് സത്യമല്ലേ? ആമേൻ. ഉള്ള കാര്യമാണ്. നമ്മൾ ആർക്കും മനസ്സിലാവത്തില്ല. അതൊക്കെ ശരി തന്നെ. അപ്പോൾ അപ്പുറത്തും അപ്പുറത്തുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ആമേൻ. നമ്മളെ മനസ്സിലാവത്തില്ല. ശരി, സമ്മതിച്ചു, അതുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ നമുക്ക് മനസ്സിലാവുമോ? ആർക്കും മനസ്സിലാവത്തില്ല. ആരെയും ആർക്കും മനസ്സിലാകത്തില്ല. ആരുടെയും മനസ്സ് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. ആമേൻ. അങ്ങനെ മനസ്സിലാകുമെങ്കിൽ 10 മാസം വയറിനിടം കൊടുത്ത കുഞ്ഞിൻ്റെ വെട്ടുകൊണ്ട് അമ്മ മരിക്കുമോ? ആമേൻ. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മകൻ്റെ കൈകൊണ്ട് അപ്പൻ മരിക്കുമോ? ആമേൻ. സന്തോഷമായി ജീവിക്കുന്ന ഭാര്യ കൊടുക്കുന്ന വിഷം കുടിച്ച് ഭർത്താവ് മരിക്കുമോ? മനസ്സിലാവത്തില്ല. ലോകത്തിൽ ആർക്കും ആരുടെയും മനസ്സ് മനസ്സിലാകത്തില്ല. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം പോലും അനുതപിച്ചത്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് പോലും ഇവനൊക്കെ പിടികിട്ടാതെയായി. ഇവനൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. അതേക്കുറിച്ചോർത്ത് ദൈവം അനുതപിച്ചു. അപ്പം നമ്മൾ തിരിച്ചറിയുക, നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നമ്മെ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്തതുപോലെ നമുക്കൊപ്പമായിരിക്കുന്നവരെ നമുക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. അവർ ആയിരിക്കുന്ന സങ്കടം, അവർ ആയിരിക്കുന്ന അവസ്ഥ, അവർ വേദന, ഇതൊന്നും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആമേൻ. ഇതൊന്നും മനസ്സിലാക്കുവാൻ കഴിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവരെ കുറിച്ചെല്ലാം ഒരു അഭിപ്രായം പറയും. ഹല്ലേലൂയ. നമുക്ക് ആരെയും മനസ്സിലായില്ലെങ്കിലും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ കരഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാത്ത ശേഷമുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയും. അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അവരതുപോലെയാണ്, ഇതുപോലെയാണ്. ആമേൻ. സ്തോത്രം. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആമേൻ. സ്തോത്രം. നോക്കൂ, മാതൃക യേശുവാണ്. ആമേൻ. യേശു ഈ ഭൂമിയിലായിരുന്നു. നമുക്ക് മാതൃക യേശുവാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മാതൃക രൂപക്കൂട്ടിലിരിക്കുന്ന സ്തോത്രം, ബാക്കി പറയുന്നില്ല, അത് അവരാരുമല്ല, യേശുവാണ് മാതൃക. ആമേൻ. സ്തോത്രം. ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി യേശുവിൻ്റെ മുമ്പ് കൊണ്ടുവന്നു. സ്തോത്രം. യേശുവിന് എന്തെല്ലാം പറയുമായിരുന്നു. ആമേൻ. യേശുവിന് അവളുടെ മനസ്സ് മനസ്സിലായി എന്നതിൻ്റെ അർത്ഥമാണ് തുടർന്ന് യേശു ചുറ്റും കൂടിയുന്നവരോട് ചോദിക്കുന്നത്, നീയൊക്കെ പാപം ചെയ്യാത്ത ഏവനെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മുമ്പോട്ട് വാ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ യേശു എന്താ ചെയ്തത്? അവളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞു. യേശുവിന് വേണമെങ്കിൽ ആദ്യത്തെ കല്ലെടുത്ത് എറിയാമായിരുന്നു. പോ നീ പോയി നരകത്തിൽ കിടയെന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അവൻ യേശു അങ്ങനെ ചെയ്തോ? ആമേൻ. സ്തോത്രം. നോക്കൂ, യേശു വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, അവൻ തീനികളുടെ കൂട്ടവും കുടിയന്മാരുടെ കൂട്ടത്തിലുമായിരുന്നു. ബൈബിൾ പറയുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞ കുറ്റമാണ്. ആമേൻ.
എന്ന് പറഞ്ഞാൽ യേശു പെരുവയറിനായിട്ട് തിന്ന് നടന്നുവെന്നല്ല, യേശു വെള്ളമൊടിച്ച് വിറ്റായി നടന്നുവെന്നല്ല. യേശുവായി അവരുടെ മധ്യത്തിലായിരുന്നു. എന്തിന്? അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ശക്തീകരിക്കുവാൻ, ദൈവരാജ്യത്തിലെ സന്തോഷത്തിലേക്ക് അവരെ കരം പിടിച്ച് നടത്തുവാൻ. യേശു ഇങ്ങനെയുള്ള ആരുടെങ്കിലും പോയി കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ, പത്രോസ് രാവിലെ മുഴുവനും വല വീശിയിട്ട് തളർന്ന് നിൽക്കുകയാണ്. യേശു അടുത്ത് പോയിട്ട് നാണമില്ലാത്ത ഒരു വല വീശാൻ പോലും അറിഞ്ഞുകൂടാ. ആമേൻ. പത്രോസ് എന്ന ശിഷ്യ ഉണ്ടാവുമായിരുന്നോ? യേശുവിനെ കുറിച്ച് പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വരുമായിരുന്നു. ആമേൻ. യോസേഫിൻ്റെ മകനായ യേശുവിനെ പത്രോസ് എന്ന 39കാരൻ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. നിങ്ങളത് ചിന്തിച്ച് നോക്കി, ആ വാർത്തയായിരിക്കും പത്രോസിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ പറഞ്ഞ അവനെ. പക്ഷേ യേശു എന്താ പറഞ്ഞേ? പത്രോസേ, നിന്റെ വലയെ ഞാൻ നിറയ്ക്കാം, നീ ഞാൻ പറയുന്നു കേൾക്ക്. ആമേൻ. സ്തോത്രം. ആമേൻ. യേശുവിൻ്റെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആമേൻ. അല്ലാതെ പത്രോസിൻ്റെ വല നിറയാത്തത് അവൻ്റെ അപ്പൻ്റെ കുറ്റമാണോ, അവൻ്റെ അമ്മൂമ്മയുടെ കുറ്റമാണോ? പത്രോസിന് എന്തുകൊണ്ട് ആ ഒരു ദുർഗതി വന്നു? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ശേഷം അടുത്ത ആഴ്ചയിൽ തുടരും. സ്തോത്രം. ആമേൻ. അടുത്ത അയൽക്കൂട്ടം വരെ അതിനു വേണ്ടി കാത്തിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ആമേൻ. സ്തോത്രം. പത്രോസിൻ്റെ വല നിറഞ്ഞില്ലെങ്കിൽ, യേശു ആണെങ്കിൽ, യേശു ഉള്ളവനാണെങ്കിൽ ആ വലയെ നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കലുള്ള ഒരുവൻ ഏതെങ്കിലും ഒരു നിലയിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ യേശു ഉണ്ടെങ്കിൽ അവൻ ആ ബാധിപ്പിൽ നിന്ന് പുറത്തു വരും. സ്തോത്രം. അതിനാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, യേശു ഇവർക്കൊപ്പമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വീട്ടിനകത്തുനിന്ന് നാട്ടുകാർ പിടിച്ചോണ്ട് വന്നോ? യേശുവിനെ ഏതെങ്കിലും ഒരു ബാറിനകത്തുനിന്ന് പിടിച്ചോണ്ട് വന്നോ? ഇല്ല. യേശുവായി തന്നെ ഇരുന്നു. എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥാനത്ത് യേശു ഇരുന്നു. മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്കെല്ലാം ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെ തുടരുക. ആമേൻ. ആ സ്ഥാനം വിട്ടുപോകരുത്. ആമേൻ. നമ്മൾ വിശുദ്ധ ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ആമേൻ. ഒരു പുരോഹിതൻ എങ്ങനെ ആയിരിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കുക. അവനായിരിക്കണം. ആമേൻ. അല്ലാതെ പുരോഹിതന്റെ മണി മുഴക്കം നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? വെളിയിൽ കിടക്കുന്ന കയറിൽ പിടിച്ച് മരിച്ചു കിടക്കുന്ന അവനെ വലിച്ചു പുറത്തു കൊണ്ടുവരും. ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്ത് അവൻ മരിച്ചു പോയെന്ന്. അല്ലാതെ പുരോഹിതന്റെ മണി കിലുക്കുമ്പോൾ ഏതെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാലുള്ള ബോറൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. അപ്പോൾ യേശുവായിരുന്നത് കൊണ്ട് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി യേശുവിന് മാറുവാൻ കഴിഞ്ഞു. അപ്പം നമ്മളൊക്കെ യേശുവിൻ്റെ മക്കളായി, യേശുവിൻ്റെ പൈതങ്ങളായി തന്നെ ആയിരിക്കുക. കാരണം ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓഹരിക്കാരായി മാറുകയാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ പങ്കാളികളായി നമ്മൾ മാറുകയാണ്. ആമേൻ. നമ്മൾ നിത്യജീവൻ്റെ ഓഹരിക്കാരാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ നില നമ്മൾ വിട്ടുകളയരുത്. ആമേൻ. ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ഭക്തനാണ്, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യുവാനായിട്ട് കഴിയണം. ആമേൻ. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്തോത്രം വീണു പോകുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് പിടിക്കപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആമേൻ, ചില സ്ഥാനങ്ങൾ മാറിപ്പോകുമ്പോൾ. അപ്പോൾ തിരിച്ചറിയണമേ, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ആമേൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാക്കി, മറ്റുള്ളവരെ പഴി പറയുന്നവരാക്കി, മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാക്കി നമ്മെ മാറ്റും. ഒരിക്കലും സ്തോത്രം നമ്മൾ നമുക്കൊപ്പമുള്ളവരെ പരിഹസിക്കുവാനോ കുറ്റം പറയുവാനോ അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുവാനോ നിൽക്കേണ്ടവരല്ല. നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം, ഇല്ല എങ്കിൽ മിണ്ടാതിരിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ. എപ്പോഴാണ് ആമേൻ സ്തോത്രം ഈ പറഞ്ഞ അവഗണനയോ പരിഹാസമോ കുറ്റപ്പെടുത്തലുകളോ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ആർക്കെന്ന പോലെ ചെയ്യണം? കർത്താവിനെന്ന പോലെ ചെയ്യണം. ആമേൻ. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി, മാസങ്ങളല്ല 2-ലധികം വർഷങ്ങളായി, ഒരു സഹോദരി വിവാഹം കഴിഞ്ഞ് ഏകദേശം 4 വർഷം കഴിഞ്ഞു.
വളരെ സങ്കടത്തോടെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. തൻ്റെ സങ്കടം ഇതാണ്: ദേവദാസനെ, ഞാൻ എന്നും ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി വയ്ക്കും, എൻ്റെ ഭർത്താവ് 4 കാലിൽ വരും, ആമേൻ, അതിനെ മൊത്തം തല്ലി പൊട്ടിച്ച്, ആമേൻ, നശിപ്പിച്ച് കളയും, ആമേൻ. പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഉണ്ടാക്കി വയ്ക്കും, അന്നും അത് തന്നെയായിരിക്കും അവസ്ഥ. അതിനടുത്ത ദിവസം ഉണ്ടാക്കും. ഈ സഹോദരി പറഞ്ഞത്, തൻ്റെ അടുത്ത വീടുകളിൽ നിന്ന് പാത്രം പോലും വാങ്ങി ഈ മനുഷ്യന് ആഹാരം ഉണ്ടാക്കി വയ്ക്കും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ ആദ്യം തിന്നിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ട് നിനക്ക് പോയി കിടന്നൂടെ? ആമേൻ. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ ഉപവാസമായിരിക്കും പാസ്റ്ററെ, ഉപവാസമായിരിക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് ആഹാരം ഉണ്ടാക്കുന്നത്? വേണ്ടാത്തവന് വേണ്ടി എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആ സഹോദരി പറഞ്ഞതാണ്, പാസ്റ്ററെ, നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ അമ്മ ഒരു വിശ്വാസിയായ സ്ത്രീയായിരുന്നു. വിവാഹത്തിന് മുൻപ് 3 ദിവസം എൻ്റെ അമ്മ എനിക്കൊപ്പം ഇരുന്ന് ഉപവസിപ്പിച്ചിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന പല കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: എൻ്റെ വീട്ടിനകത്ത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അടുപ്പ് പുകയാത്തൊരു ദിവസം ഉണ്ടാകരുത്. ആമേൻ. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മകളോട് അമ്മ പറഞ്ഞു കൊടുക്കുക, മോളെ, നിനക്ക് ജീവനുള്ളൊരു ദിവസം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അന്ന് നിൻ്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഉണ്ടാകേണ്ടത് തിന്നാൻ ആളുണ്ടെങ്കിലും ഇല്ല എങ്കിലും ഉണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ സഹോദരി എന്തിനു വേണ്ടിയാ ഭർത്താവ് അതിനൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് താൻ ദൈവത്തിന് കൊടുത്തൊരു വാക്ക്. ആമേൻ. അവൻ തിന്നാലും തിന്നില്ലെങ്കിലും ഞാൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ അടുക്കളയിൽ ആഹാരം ഉണ്ടായിരിക്കും. ആമേൻ, സ്തോത്രം. അവൾ ചെയ്തത് അവൾക്കല്ല, അവളുടെ ഭർത്താവിനല്ല, ദൈവത്തിനെന്നതുപോലെ ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ സമയത്തും ആ സഹോദരിയുടെ കലം ചവിട്ടി പൊട്ടിക്കുന്ന, ചട്ടികൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ഭർത്താവ് വിളിച്ചിട്ട് പറയുക, പാസ്റ്ററെ, ഇന്നലെ കപ്പയും ഇറച്ചിയുമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഇന്ന് ഇവള് വേറെ ആഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്, ഇവളെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കണമെന്ന്. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആർക്കെന്ന പോലെ ചെയ്യണം? ദൈവത്തിനെന്നതുപോലെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ആമേൻ, സ്തോത്രം. നമ്മൾ ആലയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആമേൻ, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി എന്ന പോലെ ഞാൻ ശുശ്രൂഷ ചെയ്താൽ ഇന്നോക്കെ, ആമേൻ. മുമ്പൊക്കെ ആണെങ്കിൽ നോക്കിയേ, ചിലപ്പോൾ 2 പേരും ചെവരും മാത്രം കാണും, ലൈറ്റുകൾ പോലുമില്ല. അപ്പം എനിക്ക് സങ്കടം വരത്തില്ലേ? എന്നാൽ ഒരുത്തനും വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാൻ ചെയ്യുന്നത് ദൈവത്തിനെന്ന പോലെയാണ്. ഹല്ലേലൂയ. ആരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്നത് ദൈവത്തിനെന്ന പോലെയാണ്. ആമേൻ. അതുകൊണ്ട് ആൾക്കൂട്ടത്തെ നോക്കിയല്ല ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. നോക്കൂ, നമ്മൾ ചില സമയങ്ങളിലൂടെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും സ്പോൺസർ ചെയ്യും. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങളാണ്, ആമേൻ, സ്തോത്രം, ആഹാരത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം, റിസൾട്ട്, ആഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്നാലും വച്ചിട്ട് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ. എന്നിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളത് ചെയ്തത് ഒരു പ്രാർത്ഥന പോലെയാണ്. ആമേൻ, സ്തോത്രം. ദൈവസേനയിൽ ഞങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ആമേൻ, സ്തോത്രം, അതൊരു യാഗം പോലെയാണ്. യാഗത്തിൻ്റെ പ്രത്യേകത എന്താ? യാഗം കഴിഞ്ഞാൽ എന്തുണ്ട്? കുറേ ചാമ്പലുമുണ്ട്, നാറ്റവും. യാഗം കഴിഞ്ഞാൽ എന്തുണ്ട്? കുറേ ചാമ്പലുമുണ്ട്, പിന്നെ നാറ്റവും ഉണ്ട്, വേറെ ഒന്നുമില്ല. ആമേൻ, സ്തോത്രം. അത് പ്രാർത്ഥന പോലെ നമ്മൾ ചെയ്തു, തീർന്നു. അങ്ങനെ കുറേ ദിവസം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശശിയങ്ങൾ വന്നിട്ട് കഞ്ഞി വയ്ക്കാൻ വേണ്ടി തുടങ്ങി, തുടക്ക സമയത്ത്. ആമേൻ. അങ്കിൾ അതൊരു പ്രാർത്ഥന പോലെ ചെയ്തു. ആമേൻ. പിന്നീട് അത് ആരകാരമായി. പിന്നെ പല ആൾക്കാർ വന്നു, പിന്നെ ഒരുപാട് പേര് വന്നു, പാത്രം കഴുവാനും കൂടെ നിൽക്കാനും ഒക്കെ ഒരുപാട് പേരിങ്ങനെ. ഭയങ്കര സന്തോഷം. ആമേൻ. ഇവരെല്ലാം ചെയ്യുന്ന ഇതിനു വേണ്ടിയാ. ആമേൻ, സ്തോത്രം. ദൈവത്തിനെന്ന പോലെ. ഇത് മനുഷ്യനെന്ന പോലെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ആമേൻ. ഞാനും വിജയും കൂടെ 2 സൈഡിൽ നിന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഒന്നും ചെയ്യരുതേ സഹോദരി, നീ സ്നാനപ്പെട്ടവളാണ്, സഹോദര തൊടരുത്, നീ അകത്തായി പോകും. ആമേൻ. സഹോദരിക്ക് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് നിർത്താം, സഹോദരനെ അങ്ങനെ നിർത്തിയില്ലെങ്കിൽ അവൻ അകത്തായി പോകും. എനിക്ക് പോയിട്ട് പറയാൻ പറ്റൂല, സാറേ ഞാനാണ് അവനെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ, നിങ്ങൾ അവനെ ഒന്ന് വിട്ടതാന്ന് പറഞ്ഞാൽ, എന്നാൽ നീയും കൂടെ വാടാ, നിന്നെയും കൂടെ അകത്തിരുത്താന്ന് പറഞ്ഞ് എന്നെയും കൂടെ പിടിച്ചിരുത്തും. ആമേൻ. പണ്ടൊരു രാത്രി ഒരാളിന് വേണ്ടി പോയപ്പോൾ ഞങ്ങളത് കേട്ടിട്ടുണ്ട്. ആമേൻ. നീയാണടാ പാസ്റ്റർ, എന്നാൽ നീ വാ ഇതിനകത്തിരിയെന്ന്. സത്യം. തമ്പാനൂർ സ്റ്റേഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യയും മക്കളും വെളിയിലുണ്ട്. അപ്പോൾ ഉടനെ പറയാം, നീ ക്രിമിനലാണെന്ന് എനിക്കറിയാം അവിടെ, അല്ലെങ്കിൽ നീ ഈ രാത്രി ഈ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ട് വരില്ല. ആമേൻ. അന്ന് ഞാൻ എൻ്റെ ഭാര്യയും കൊച്ചിനെയും കൊണ്ട് പോകായിരുന്നെങ്കിൽ അവന്മാരെ എന്നെയും കൂടെ പിടിച്ചിരുത്തി പിറ്റേന്ന് രാവിലെ, ആമേൻ, പാസ്റ്ററും കൂട്ടാളിയും പിടിയില്ലെന്ന് പറഞ്ഞ് ഫോട്ടോയും വന്ന് ഇതിനു മുമ്പേ ഞാൻ വൈറലായേനെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പം നമ്മൾ ദൈവത്തിനെന്ന പോലെ ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ? ദൈവത്തിനെന്ന പോലെ ചെയ്യണം. ആമേൻ. ഇനി ചെയ്യാൻ പറ്റിയില്ലേ, ചെയ്യാതിരിക്കുക. സ്തോത്രം. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരെയും നമ്മൾ നിർബന്ധിക്കും, നമ്മൾ ഏൽപ്പിക്കും. നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. ഇന്ന കാര്യം ചെയ്താൽ നമുക്കൊരു സന്തോഷം, അവർക്ക്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ വൃക്ഷം നട്ട പോലെയാണ്, നിന്നെ ഞാൻ പിടിച്ച് കെട്ടിയിട്ട് ചെയ്യിപ്പിക്കുമെന്നൊന്നും അല്ല.
ചെയ്ത ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും കൂടെ സന്തോഷമായിരിക്കും. ഇനി ചെയ്യാൻ പറ്റത്തില്ലേ, ഉണ്ടായിരിക്കുക, അല്ലാതെ എന്താ. അബേൻ സ്തോത്രം. ഒന്ന്, ഇതൊന്നും നിർബന്ധത്താലല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിനെന്ന് വെച്ച് ചെയ്യുക. നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ദൈവത്തിനെന്ന് കണ്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത, നമ്മളെ അറിയാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പറയാം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനി അങ്ങനെ പറയരുത്, വിഷയം തീർന്നു. ആമേൻ സ്തോത്രം. ഇനി അങ്ങനെ പറയരുത്. ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനാണ് ഏറ്റവും കറുത്ത കൂട്ടുകാരൻ. അവൻ സ്തോത്രം. ഇന്നങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഇഷ്ടംപോലെ കളിയാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല കളിയാക്കുന്നതിൻ്റെ ഉപകരണം ആരാണ്? ഇവനാണ് ഇര. അവൻ എല്ലാ സമയത്തും ഇവനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ കളറാണ് നമ്മുടെ വിഷയം. നമ്മൾ 4 ആൾ കൂടുന്നിടത്ത് ഇവനൊരു വേട്ടമൃഗമാണ്. ഇവനായിട്ട് കളിയാക്കും. അവൻ്റെ അനിയത്തിയുടെ കല്യാണ സമയമായപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഈ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ഓർമ്മയാണ്. ആ കല്യാണ പെണ്ണിൻ, അവൻ്റെ അനിയത്തിയുടെയും കല്യാണ ചെറുക്കൻ്റെ നിശ്ചയിപ്പിൻ്റെ സമയത്ത് ആ ചെറുക്കൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഇതുപോലെ എന്തോ ഒരു തമാശ പറഞ്ഞു. പെട്ടെന്ന് അവനങ്ങ് പൊട്ടിക്കരഞ്ഞു. അവൻ ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങൾ ചെറുതിലെ കണ്ടു വളർന്ന കൂട്ടുകാരൻ. അവർ കറുപ്പ വെളുപ്പമൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ അതിൻ്റെ തലേദിവസം അവൻ്റെ വായിക്കാത്തിരുന്ന വാഴയ്ക്കപ്പം കിണ്ടി പറക്കി തിന്നുകൊണ്ട് നടന്നവരാ. അമേൻ. അപ്പം ഞങ്ങൾക്ക് കളറൊന്നും വിഷയമല്ല. പക്ഷേ അവനങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അന്നാ മനസ്സിലായത്. അമേൻ. കുറവുള്ളവർക്ക് കുറവ് തന്നെ. ആമേൻ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അവരതെങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊപ്പമുള്ളവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്കത് വേദന ഉണ്ടാക്കുമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആമേൻ സ്തോത്രം. യേശു വന്നിട്ട് ശമരിയ സ്ത്രീയെ കണ്ടിട്ട് എന്നാലും 4 എവിടെ പോയടി എന്നൊക്കെ ഒരു ഡയലോഗ് അടിച്ചിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചെയ്യുവാനുള്ളത് ക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങളാണ്. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ക്രിസ്തുവിനെന്നതുപോലെ എന്തും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യം മുഴുവൻ ക്രിസ്തുവിനെന്നതുപോലെ ചെയ്യുക. അതിനപ്പുറമായി നമ്മുടെ പേഴ്സണൽ കാര്യമായിട്ട് ദൈവാലയത്തിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എടുക്കരുത്. ആമേൻ. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പങ്കാളികളാണ്, സഭയാണ്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. ആമേൻ. നമ്മൾ പരസ്പരം ആശ്വസിപ്പിക്കുവാനുള്ളവരാണ്, ബലപ്പെടുത്തുവാനുള്ളവരാണ്. നമ്മുടെ ബലപ്പെടുത്തലും ആശ്വാസവും ഒരാളിന് ആവശ്യമില്ലെങ്കിൽ ടാറ്റ പറഞ്ഞ് അല്പം മാറി നിൽക്കുക. അതായിരിക്കും നല്ലത്. ആമേൻ. 2 പ്രാർത്ഥിക്കുക. ആമേൻ. ഒന്നാമത്തെ കാര്യം ഉൾക്കൊള്ളുക. അപ്പോൾ കഷ്ടത്തെ ഉൾക്കൊള്ളാതിരിക്കുവാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2 പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എങ്ങനെയാണ് നോക്കൂ. നിന്റെ കരം എന്നോട് കൂടിരുന്ന്. ആമേൻ സ്തോത്രം. യബ്ബേസ് പറയുകയാണ്, അനർത്ഥം വന്നു, ഓക്കെ ഞാനത് ഉൾക്കൊണ്ടു, പക്ഷെ ഇനി നിന്റെ കരം എന്നോട് കൂടിയിരിക്കണം. യബ്ബേസിനറിയാം സർവശക്തനായ ദൈവത്തിന്റെ കരം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബലമുള്ള കൈ അടിമ വീട്ടിൽ നിന്ന് അവന്റെ മുൻ തലമുറയെ പുറപ്പെടുവിച്ച കരം, എൻ്റെ ദൈവത്തിന്റെ കരം. നീ കുടുക്കപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ പ്രിയപ്പെട്ടവർ പിടിക്കപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ നന്മകൾ കൊള്ളയിടപ്പെട്ട സ്ഥാനത്തു നിന്ന് അതിനെ പുറത്തു കൊണ്ടുവരും. എൻ്റെ ദൈവത്തിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഭക്തന്റെ പ്രാർത്ഥന ഏതാ? ദൈവമേ, നീ അപ്പുറത്തെ ചാക്കോച്ചനെ എനിക്ക് അനുകൂലമാക്കി അവനെ എന്നെയും കൂടെ ചേർത്ത് വെച്ച് ഒരു പണി, ആ പണി ദൈവത്തിനില്ല. ദൈവത്തിന്റെ കരം നിന്നോട് കൂടിയിരിക്കും. പ്രാർത്ഥിക്ക്. ദൈവമേ, എന്നോട് കൂടിയിരിക്കണമേ, നിന്റെ കരം എന്നോട് കൂടിയിരിക്കണമേ. എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, എന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ, എൻ്റെ ഇല്ലായ്മ കണ്ട്, എൻ്റെ കഷ്ടത കണ്ട്, എന്നെ വ്യസനിപ്പിച്ച, എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ഞാൻ തലകുനിക്കുവാൻ ഇടവരാത്ത വിധം ഈ നിന്റെ കരം എന്നോട് കൂടിയിരിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എന്താ? ദൈവമേ, നീ എന്നോട് കൂടിയിരിക്കണമേ. ഇസാഫുകാരൻ്റെ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കരുത്. പലരുടെയും പ്രാർത്ഥന അതാണ്. ഞായറാഴ്ച രാത്രി പോയ ഇസാഫിൽ എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ മനസ്സലിയട്ടെ. ഇസാഫ് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് പ്രാർത്ഥന. ദൈവമേ, നിന്റെ കാര്യം എന്നോട് കൂടിയിരിക്കണമേ. നാളെ അവൾക്ക് കൊത്തിപ്പറക്കാൻ ഇട്ട് കൊടുക്കരുതെന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ഇസാഫാറിന്റെ കരം കൂടെ ഇരുന്ന ആ കരം പോകത്തില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ആമേൻ. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടിയിരിക്കണം. 3 വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. തിരിച്ചറിവ്, കഷ്ടത അഥവാ പരീക്ഷണം, അതിന് പിന്നിലെ ദൈവിക ഉദ്ദേശം എന്താണ്? ആമേൻ. നമുക്കിതിന് പിന്നിലെ ദൈവിക ഉദ്ദേശം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചാടുന്നത്. കഷ്ടത വേണ്ട, കഷ്ടത വേണ്ട, കഷ്ടത വേണ്ട. ആമേൻ സ്തോത്രം.
ആമേൻ. കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ 18 വയസ്സാവുന്ന പെൺകൊച്ചു പറയും എനിക്ക് കല്യാണം വേണ്ട, കല്യാണം വേണ്ട, കല്യാണം വേണ്ട. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പനും അമ്മയും പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവത്തില്ല. ഇനി കല്യാണം കഴിച്ചു കൊടുത്ത് മോളെ എന്ന് വീട്ടിൽ വാ എന്ന് വിളിച്ചാൽ അവൾ വരത്തുമില്ല. സ്തോത്രം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ സ്തോത്രം. ദൈവികോദ്ദേശം തിരിച്ചറിയുക, പിന്നിലുള്ള ദൈവികോദ്ദേശം തിരിച്ചറിയുക. ഒരു കഷ്ടത ജീവിതത്തിലുണ്ടെങ്കിൽ ഭക്തൻ തിരിച്ചറിയണം അതിന് മുൻപിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഭക്തനാണ് യോബ്. 42:10-12 ഈ വിധത്തിൽ പറയുന്നു, ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. മുൻകാലത്തെക്കാൾ വിശാലമായ പിൻകാലം ദൈവം യോബിന് ഒരുക്കി. കഷ്ടത വന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ അതേ തിരിച്ചറിയ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ കണ്ട ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിശാലത നൽകുവാൻ, ഇന്നലെ വരെ നിങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് പോകുവാൻ ദൈവം നിങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് യോബ് വാഴടച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. സ്തോത്രം. അല്ലാതെ അവന്മാരോടെ കിടന്ന് ബഹളം വെച്ചാൽ ഒരിക്കൽ കൂടി ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ, ഈ മനുഷ്യനെ ഒരു വിധത്തിലും നമുക്ക് മനസ്സിലാവാത്ത സാധനമാണ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ആമേൻ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. സ്തോത്രം. ഈ ആലയം തുടങ്ങുന്ന സമയം മുതൽ ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ലാതിരിക്കുവാൻ കാരണം അമ്മയും പപ്പയും കാണും, പപ്പയും അമ്മയും ശുശ്രൂഷിക്കും. ഞങ്ങൾ ഒറ്റയ്ക്കല്ലാതിരിക്കാൻ കാരണം ബേബി ആൻറ്റിയാണ്. ആമേൻ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഒരാളുടെ വാക്ക് കേട്ടു. എന്താ വാക്ക് കേട്ടത്? നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളണം. വാക്ക് കേൾക്കേണ്ടതും എന്തിന് തിരിച്ചറിയേണ്ടതുമെന്ന്. ആൻറ്റി കേട്ട വാക്ക് എന്താ? എന്നാലും അവൾ നിന്നോട് അങ്ങനെ സംസാരിച്ചോ? എന്തിനങ്ങനെ സംസാരിച്ചേ? ആമേൻ. ആ വാക്ക് കേട്ടിട്ട് ആൻറ്റിയുടെ മനസ്സങ്ങ് വേദനിച്ചു. മനസ്സ് വേദനിച്ചിട്ട് ആൻറ്റി ഇതിനകത്ത് പോലും കാണാനില്ല. ഇനി വാക്ക് പറഞ്ഞ ആളോ? സ്തോത്രം. ആ ആളിൻ്റെ മരുമകൾ ആ ആളിനെതിരെ കേസ് കൊടുത്തിട്ട് അവരെ സ്റ്റേഷനകത്തുനിന്ന് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണ്ടും പാസ്റ്ററാണെന്ന് പറഞ്ഞ് പോയിട്ടുള്ളതാണ്. ആമേൻ. അപ്പോൾ അവരുടെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആ ആളാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്നാലും ആ കൊച്ചങ്ങനെ പറഞ്ഞാൽ നീ ക്ഷമിക്കരുതെന്നും. ആമേൻ. ക്ഷമിക്കരുതെന്ന് പറഞ്ഞവരെയും കാണാനില്ല, ക്ഷമിക്കാത്തവരെയും കാണാനില്ല. അവൻ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വാക്കുകൾ ഉണ്ടാക്കുന്ന ഫലമാണ്. ആമേൻ. രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് നന്നായി, കാര്യമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളെങ്കിലും തിരിച്ചറിയുക, മനുഷ്യർ പറയുന്ന പൊട്ടത്തനം കേൾക്കരുത്. ആമേൻ. നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ എന്താണോ വേണ്ടത് ആ വഴിയെ നിങ്ങൾ ജീവിക്കുക. ബാക്കിയുള്ളവർ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ തിരിച്ചറിയുക, മറ്റാരുടെയും ജീവിതമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം സ്പെഷ്യലാണ്. നിങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ടാണ്. നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കുക. ആരെങ്കിലും പറയുന്ന കേട്ട് ആരുടെയെങ്കിലും വാക്ക് കേട്ട് പോയാൽ നമ്മൾ പോകും, അവർ സന്തോഷമായിട്ട് പോയി ജീവിക്കും. ആമേൻ. പണ്ട് നാട്ടിൻപുറത്ത് അടി നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ? പോയി അടിയടാ, പോയി കൊല്ലടാ, പോയി വെട്ടടാ. എന്നിട്ട് എന്ത് സംഭവിക്കും? വെട്ടണവൻ ജയിലിൽ കിടക്കും, വെട്ടുകൊള്ളവൻ്റെ കുഴിയിൽ തെങ്ങ് വളരും. പറഞ്ഞവൻ എന്ത് ചെയ്യും? ആ പുട്ടും കടലയും തിന്നിട്ട് അവിടെ കൂടെ കൊല. ഇപ്പം തെങ്ങ് കായ്ക്കുമല്ല. ആമേൻ. ഈ പറയണവേ ഇതിങ്ങനെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു കുഞ്ഞുണ്ടായി വീട്ടിൽ. ആമേൻ. സ്തോത്രം. പ്രശ്നമായി. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അനിയനെ പറഞ്ഞ് വേവ് കയറ്റി വിടുക. അപ്പം വെള്ളമടിച്ച് ബോധമില്ലാതെ വന്ന് ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇറക്കി വിടറാ എന്ന്. ആമേൻ. ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പം എൻ്റെ തലയ്ക്കകത്ത് അല്പം വെളിവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് കേട്ട് ഞാനും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അവനെ കൊല്ലും, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. രണ്ടായിരുന്നാലും ഒന്ന് ഭൂമിക്കടിയിലും ആവും, ഒന്ന് ജയിലിലും ആവും. ഈ പറഞ്ഞ ആർക്കെങ്കിലും വല്ല നഷ്ടമുണ്ട്? അവർ വന്ന് ജയിലിൽ വന്നിരിക്കുമോ? എന്നാലും മക്കളെ നീ പോയല്ലാടാ എൻ്റെ വാക്ക് കൊണ്ട്. അവർ പിറ്റെന്ന് പറയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഈ ലോക മനുഷ്യർ പറയുന്ന വാക്ക് കേട്ട് നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശ വയ്ക്കുക. നോക്കൂ, ഒരു ദൂത് കൂടെ പറഞ്ഞ് പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8:1 അനർത്ഥം അഥവാ കഷ്ടത സഭയിൽ ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം കഷ്ടത അല്ല, സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ സഭയിൽ ഒരു പ്രശ്നമുണ്ടായി. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എവിടെ ഉപദ്രവമുണ്ടായി? ശമര്യയിൽ യെരൂശലേമിൽ സഭയ്ക്കകത്തൊരു ഉപദ്രവമുണ്ടായി. ഉപദ്രവമുണ്ടായതിനെ തുടർന്ന് ഒരു വലിയ ചിതർച്ച ഉണ്ടായി. ചുരുക്കം പറഞ്ഞാൽ യെരൂശലേമിലെ സഭ ഈച്ചയടിച്ചിരിക്കുന്ന സഭയായി മാറി എന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇവരൊക്കെ എവിടെ പോയി? യഹൂദയിൽ പോയി, ശമരിയയിൽ പോയി.
എന്നാൽ തൊട്ട് താഴേക്ക് വരുമ്പോൾ 8:4 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. തുടർന്ന് എല്ലായിടത്തും സഭ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. സഭയ്ക്കകത്തൊരു കഷ്ടം വന്നപ്പോൾ അതിൻ്റെ അർത്ഥം സഭയുടെ നാശമെന്നല്ല, ദേശം മുഴുവൻ സഭ വരുവാൻ പോകുന്നു എന്നാണ്. താങ്ക് യു ലോർഡ്. ദേശം മുഴുവൻ ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ പോകുന്നുവെന്ന. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭയ്ക്കൊരു കഷ്ടം വന്നാൽ സഭയ്ക്കൊരു ചുക്കും സംഭവിക്കത്തില്ല. സഭാകാന്തനായ കർത്താവുണ്ട്. ആമേൻ. ദേശത്തിൽ കർത്താവിൻ്റെ നാമം അധികമായി ഉയരുക തന്നെ ചെയ്യും. നീ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ കഷ്ടതയുമായി നീ അലയുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ ഉയർത്തപ്പെടും. നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ, നീ എവിടെയൊക്കെ തളർന്നിരിക്കുന്നുവോ, എവിടെയൊക്കെ കരയുന്നുവോ, എവിടെയൊക്കെ നിന്ദിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ അപമാനിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ അഭയം ചോദിക്കുന്നുവോ, അവിടെയൊക്കെയും നിന്നിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരുക തന്നെ ചെയ്യും. ആമേൻ. കഷ്ടത ഭക്തന്റെ തകർച്ചയല്ല, ദൈവികോദ്ദേശത്തിന്റെ ആരംഭമത്രേ. അതുകൊണ്ടാണ് എബ്ബേസ് പറഞ്ഞത്, ആമേൻ, അനർത്ഥം വന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി കാര്യമുണ്ട് കർത്താവേ, ഇനി നീ എൻ്റെ അതിരിനെ അങ്ങ് വിശാലമാക്കിക്കോ. ആമേൻ. അനർത്ഥം വന്നല്ലോ, ഇനി വിശാലമാകേണ്ട അതിര. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ അതിര് വിശാലമാകും. അനർത്ഥം വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ മാറും. നീ ദൈവസന്നിധിയിലായിരിക്കുന്നത് വെറുതെയല്ല. നീ കണ്ട അനർത്ഥം, നീ അനുഭവിച്ച അനർത്ഥം, നീ കടന്നുപോയ കഷ്ടത നിന്റെ അവസ്ഥയെ മാറ്റുവാൻ പോകുക, നിന്റെ ഞെരുക്കത്തെ മാറ്റുവാൻ പോകുക, നിന്റെ അതിരുകളെ നിന്റെ അതിര് വിശാലമാകുവാൻ പോകുക, നിന്റെ പേര് വലുതാകുവാൻ പോകുക, നിന്റെ ശുശ്രൂഷ നിന്റെ ശുശ്രൂഷ വലുതാകുവാൻ പോകുക, നിന്റെ ശുശ്രൂഷ വലുതാകുവാൻ പോകുക, നിന്റെ ഭവനം വലുതാകുവാൻ പോകുക. ഓ സ്തോത്ര. കുടുംബത്തിനകത്ത് വർദ്ധനവ്, നിന്റെ കുടുംബത്തിനകത്ത് വർദ്ധനവ്, നിന്റെ ഭവനത്തിനകത്ത് വർദ്ധനവ്. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഇന്ന് പകൽ പാപ്പാ, അനർത്ഥം വ്യസന കാരണമായി തീരാതെ എബ്ബേസിനോട് കൂടിയിരുന്ന കർത്താവേ, എബ്ബേസിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അതിരുകളെ വിശാലപ്പെടുത്തിയ കർത്താവേ, അടിയനൊപ്പമായിരിക്കുന്ന ജനത്തിന്റെ അതിരുകളെ വിശാലപ്പെടുത്തണമേ അപ്പാ. ഇവർ വ്യസന കാരണമായി തീർന്ന, ഇവർ നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്വർഗം ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ യേശുവേ. ഈ സമയം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരെ അങ്ങ് അനുഗ്രഹമാക്കി പരിപാലിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല സമയത്തെ സ്വർഗം അങ്ങ് പ്രയോജനപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മറക്കേണ്ട, വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര താന്നിമൂട് അമരവിള താന്നിമൂട് മെസ് പ്ലാസയുടെ താഴെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. ഞായറാഴ്ച പകലിൽ പിന്നെയും നമ്മൾ ഒരുമിച്ചായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്തൃമേശയിലെ എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ തുടർമാനമായി ധ്യാനിച്ചു കൊണ്ടിരുന്നത് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിൽ ഒന്നാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. ആമേൻ. നമ്മുടെ നില കാത്തു സൂക്ഷിക്കുക, നമ്മൾ ആരെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കുക, നമ്മുടെ വാക്കുകളെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കുക. ആമേൻ. സ്തോത്രം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ബൈബിളുള്ളവർ ദയവായി വേദപുസ്തകം കരങ്ങളിൽ എടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇംഗിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നതുകൊണ്ടാണ് നിത്യതയിലേക്കായി നാം സ്വരുക്കൂട്ടപ്പെട്ടത്. ആമേൻ. കേൾക്കണമേ. ഒരു യാഗം നടന്നതുകൊണ്ടാണ്, ഒരു തകർച്ച നടന്നതുകൊണ്ടാണ് പ്രവാചകൻ പ്രവചിച്ചു പറയുന്നു, അവൻ വ്യസന കാരണമായി അവനെ നിന്ദിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, ചമ്മട്ടി കൊണ്ട് അടിച്ചു, ചെയ്യാത്ത കുറ്റങ്ങൾ അവന് മേൽ ആരോപിച്ചു. എൻ്റെ മേൽ ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു, ഞാൻ പറയാത്തത് എന്നെക്കുറിച്ച് പറയുന്നു, എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു, എന്നെ ഇല്ലാതാക്കുന്നത് പോലെ, എനിക്ക് മരണപ്രാളം വരുത്തുന്നത് പോലെ
എന്നെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ഭാരപ്പെട്ടായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിധത്തിൽ നുറുക്കപ്പെട്ട യേശു നിന്റെ പണിയപ്പെടലിന് കാരണമായെങ്കിൽ, നുറുക്കത്തോടെ നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അനേകരുടെ പണിയപ്പെടലിന് കാരണമായി മാറും. ഹല്ലേലൂയ. അവൻ കാൽവരിയിൽ തകർക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ പണിയപ്പെടൽ സാധ്യമായതുപോലെ 4-ാമത്തെ വാക്യം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നീ ഏൽക്കുന്ന അടിപ്പിണരുകൾ, നീ സഹിക്കുന്ന അപമാനം, പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, കരയുന്ന സഭയെ, നിങ്ങൾ കടന്നു പോകുന്ന കഠിനതയുടെ ശോധനയുടെ വഴികൾ അനേകർക്ക് സൗഖ്യമായി, അനേകർക്ക് വിടുതലായി, അനേകർക്ക് ആശ്വാസമായി അത് മാറും. നീ തകർക്കപ്പെടുന്നത് വെറുതെയല്ല, നീ വ്യസനപാത്രമായി തീരുന്നത് വെറുതെയല്ല, നീ നിന്ദിക്കപ്പെടുന്നത് വെറുതെയല്ല. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന് വേണ്ടി ശിക്ഷ അനുഭവിച്ച യേശു, അവൻ ചെയ്യാത്ത തെറ്റിനായി ക്രൂശിക്കപ്പെടുന്നു, അവൻ ചെയ്യാത്ത തെറ്റിനായി ന്യായം വിധിക്കപ്പെടുന്നു, അവൻ ചെയ്യാത്ത തെറ്റിനായി തലകുനിക്കപ്പെടുന്നു. പ്രിയരെ, ആ യേശുവിൻ്റെ മക്കളാണ് നമ്മൾ. ലോകം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മെ വ്യസനിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, അനേകരുടെ സമാധാനത്തിന് നമ്മൾ കാരണമായി മാറുവാൻ പോകുന്നു. നിന്റെ ദേശത്തിൻ്റെ സമാധാനത്തിന്, നിന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് യേശുവിനെ പോലെ. ആമേൻ. എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തെളിഞ്ഞു നടന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കരയുന്ന മാതാവേ, പിതാവേ, തലമുറയുടെ അവൻ്റെ പാപത്തിൻ്റെ ഫലം കരഞ്ഞു തീർക്കുമ്പോൾ തിരിച്ചറിയും, അവൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ നീ അനുഭവിക്കുക. ആമേൻ. മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ തകർക്കുമ്പോൾ നീ തിരിച്ചറിയേ, അവരുടെ സമാധാനത്തിനായുള്ള ശിക്ഷ നീ അനുഭവിക്കുക. അവൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട്, അവൻ അറുക്കപ്പെട്ടതുകൊണ്ട്, അവൻ നുറുക്കപ്പെട്ടതുകൊണ്ട് ഇന്നും പണിയപ്പെടുന്ന അനേക ലക്ഷങ്ങൾ ഉണ്ടായതുപോലെ. ആമേൻ. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. മിണ്ടാതിരുന്നിട്ടും, മറുപടികൾ പറയാതിരുന്നിട്ടും, പ്രതികരിക്കുവാൻ അറിയാതിരുന്നിട്ടല്ല, എന്നിട്ടും പ്രതികരിക്കാതിരുന്നിട്ടും ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളിലൂടെ ദേശം ഇന്നുവരെ കാണാത്ത സമാധാനം കാണുകയാണ്. കുടുംബങ്ങൾ ഇന്നുവരെ അനുഭവിക്കാത്ത സമാധാനം അനുഭവിക്കുക. ആമേൻ. ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞു നടന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ മഹത്വം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് ഛേദിക്കപ്പെട്ടു. രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ. ഒരു നിമിഷം ഇന്ന് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ, അപ്പാ അങ്ങ് രോമം കത്രിക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മിണ്ടാതിരുന്നത് പോലെ, അപ്പാ ഞങ്ങളെ ഉപദ്രവിക്കുന്ന, ഞങ്ങളെ നിന്ദിക്കുന്ന, ഞങ്ങളെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന് ഞങ്ങളുടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ഞങ്ങളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു പാതാളത്തിനും വിട്ടുകൊടുക്കാതെ, ഒരു മരണത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ, ഒരു രാജകൽപ്പനയ്ക്കും അവസാനിപ്പിക്കുവാൻ കഴിയാതെ, ഒരു പടയാളിക്കും കാവൽ നിന്ന് ഒതുക്കുവാൻ കഴിയാതെ, ഒരു കല്ലിനും തടസ്സം നിൽക്കുവാൻ കഴിയാതെ ഞങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് യേശുവേ ഇവർ കാണണം. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. മിണ്ടാതിരിക്കുന്നവർ പ്രാർത്ഥിച്ച് അനേകരുടെ സമാധാനത്തിനായി, അവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ, അവർക്ക് കളിയാക്കുവാൻ, അവർക്ക് കുറ്റം വിധിക്കുവാൻ, അവർക്ക് അപമാനിക്കുവാൻ ഞാനൊരു കാരണമായെന്ന് വ്യസനിക്കുന്നവർ ഈ സമയം പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.